ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത ഓർഗാനിക് കെമിസ്ട്രിയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇന്ന് കൺവേർഷൻ ആണ് എടുത്തു പോകുന്നത്. ആദ്യം ഡൗട്ട് ക്ലിയറൻസ് ക്ലിയർ ചെയ്തു കേട്ടോ. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എക്സാമിനുള്ള ഇലക്ട്രോ കെമിസ്ട്രിയില ആദ്യം കോർഡിനേഷൻ കോമ്പൗണ്ടിൽ അല്ലേ ചോദിച്ചത്? കോർഡിനേഷൻ കോമ്പൗണ്ടിൽ എന്താ ചോദിച്ചത്? കോർഡിനേഷൻ നമ്പർ കേട്ടോ. ഓക്കെ, കോർഡിനേഷൻ നമ്പർ എന്തായിരുന്നു ഡെഫിനിഷൻ? നമ്പർ ഓഫ് ലിഗൻസ് ഡോണർ ആറ്റം പ്രസന്റ് ഇൻ എ കോർഡിനേഷൻ കോമ്പൗണ്ട്. എങ്ങനെയാ? നമ്പർ ഓഫ് ലിഗൻ ഡോണർ ആറ്റം പ്രസന്റ് ഇൻ എ കോർഡിനേഷൻ കോമ്പൗണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അല്ലെ? ഓക്കെ, കോർഡിനേഷൻ നമ്പർ. അങ്ങനെ വരുമ്പോ കോർഡിനേഷൻ നമ്പറിൽ നോക്കുക, CO NH3 2 ടൈം EN 2 ടൈം ഇങ്ങനെ ഒരു കോമ്പൗണ്ട് എഴുതിയിടാണ്. ഇങ്ങനൊരു കോമ്പൗണ്ട്, ഇപ്പുറത്തൊരു Cl3 കൂടി കൊടുത്തേക്കാം. ഇങ്ങനെ ഇട്ടാൽ ഇതിന്റെ കോർഡിനേഷൻ നമ്പർ എന്തായിരിക്കും? ഇതില് ഒന്ന് നോക്കുക, ഇവരെന്താ വിളിക്കുന്നത്? ലിഗൻസ്. ഈ ലിഗൻസിന്റെ ഡോണർ ആറ്റംസ് എത്ര എണ്ണം ഉണ്ടോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോർഡിനേഷൻ നമ്പർ എന്ന് വിളിക്കുന്നത്. അപ്പോ ഇവിടെ NH3 എത്ര എണ്ണം ഉണ്ട്? 2. ഓക്കെ, 2 കൊടുത്തു പ്ലസ് EN 2 അല്ലെ? പക്ഷേ EN എന്ത് ഡെൻഡേറ്റാ? ഡൈഡെൻഡേറ്റ്. അപ്പൊ 2 into 2 ടോട്ടൽ എത്രയായി? 6. ഇങ്ങനെയാണ് കോർഡിനേഷൻ നമ്പർ കണ്ടെത്തുന്നത്. അപ്പോ ലിഗൻ ഡോണർ ആറ്റം. അങ്ങനെ വരുമ്പോ ഇതിൽ എളുപ്പമാണ്, വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഡൈഡെൻഡേറ്റ് ഏതൊക്കെയുണ്ട്? ഡൈഡെൻഡേറ്റ്, പോളിഡെൻഡേറ്റ്, ബാക്കിയൊക്കെ യൂണിഡെൻഡേറ്റ്. ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. ആരൊക്കെയാ ഡൈഡെൻഡേറ്റ്? 2 എണ്ണം ഉള്ളൂ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. പറയേ. EN-ഉം ഓക്സിലേറ്റും. ഏതായിരുന്നു ഓക്സിലേറ്റ്? C2O4 2-. ഇപ്പൊ 2 എണ്ണമാണ് ഡൈഡെൻഡേറ്റ് ആയിട്ട് വരുന്നത്. ഒന്ന് EN, പിന്നെന്തായിരുന്നു? C2O4 2-. ഇവർക്ക് ഡെൻസിറ്റി എത്രയാ? 2. അപ്പൊ ഇവര് വന്ന് എന്ത് കൊടുത്തേക്കണം? ഒരാൾക്ക് 2 into 2 കണ്ടോ? അങ്ങനെ കൊടുത്തേക്കണം. അങ്ങനെയാണ് 6 വരുന്നത്. ഇനി വേറൊരാളുണ്ട് പോളിഡെൻഡേറ്റ്. എന്തായിരുന്നു പോളിഡെൻഡേറ്റ്? എത്രയായിരുന്നു ഡെൻസിറ്റി? അത് വൺ വേർഡ് ആയിട്ട് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. EDT എത്രയാ ഡെൻസിറ്റി? ആരോ പറഞ്ഞു? ശരിയാ, 6 അല്ലെ? ഓക്കെ, 6 ആണ് EDT അല്ലെ? എത്തിലീൻ പറഞ്ഞേ, ഡയമീൻ ടെട്രാ അസറ്റേറ്റ്. എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റേറ്റ്, EDT. ഇതിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് പോളിഡെൻഡേറ്റ് ആണ് 6. ഇത് വൺ വേർഡ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, വൺ വേർഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലാത്ത കണ്ടമാനം ഉണ്ട്. അല്ലാത്തതെല്ലാം താൻ എത്രയായിട്ട് എടുത്താൽ മതി? 1. H2O1 NH3 അല്ലെ? OH1 ആ രീതിയിൽ ഓർത്തു വെക്കാം. അങ്ങനെ എടുത്തിട്ട് ഇതുപോലെ കൗണ്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത് ഒരെണ്ണം നിങ്ങൾ രണ്ടുപേരും ഒന്ന് ചോദിക്കൂ കേട്ടോ, കിട്ടണം. എന്തുകൊണ്ടാ? ഇത് 2-ഉം H2 ഇതൊക്കെ എന്താ? യൂണിഡെൻഡേറ്റ് ആണ് കേട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ, എളുപ്പമല്ലേ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലോ കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഏത് ടോപ്പിക്കിലാണ് വന്നേക്കുന്നത്? കോർഡിനേഷൻ കോമ്പൗണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ട് എത്ര പേര് പഠിച്ചിട്ടുണ്ട്? കൈ ഉയർത്തിയേക്കാൻ ആൾക്കാരൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, കഴിഞ്ഞിട്ടുണ്ട് അല്ലെ? കോർഡിനേഷൻ കോമ്പൗണ്ടിലെ ആദ്യത്തെ ടോപ്പിക് എന്തായിരുന്നു? വെർണേഴ്സ് പോസ്റ്റുലേഷൻ. 4 എണ്ണം ഉണ്ട്. അതിൽ കുറച്ചു പേരെങ്കിലും ഡെഫിനിഷൻ പറഞ്ഞ സമയത്ത് കോർഡിനേഷൻ നമ്പർ വെർണേഴ്സ് തിയറിയിലെ രണ്ടാമത്തെ പോസ്റ്റുലേഷൻസ് വെച്ചിട്ടാണ് പറയാൻ നോക്കിയത് അല്ലെ? ഓർത്ത് വെക്കുക, അവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാതെ ഡെഫിനിഷൻ ആണ് മറ്റേ സ്ഥലത്ത് എഴുതി വെച്ചേക്കുന്നതാണ് നമ്മൾ പറഞ്ഞ വേർഡ് കേട്ടോ. രണ്ടും സെയിം ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ടേംസിൽ വരുന്നതാണ്. അപ്പോ രണ്ടും സെയിം ആണ്. വെർണേഴ്സ് തിയറി 4. അത് കഴിഞ്ഞാൽ പിന്നെ എന്തായിരുന്നു? ഡിഫറൻസ് ബിറ്റ്വീൻ ഡബിൾ സോൾട്ട് ആൻഡ് കോർഡിനേഷൻ കോമ്പൗണ്ട്. അത് കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ടേംസ്. ആ ഇമ്പോർട്ടന്റ് ടേംസിൽ എല്ലാ ടേമുകളും കിട്ടുമോ എന്നുള്ളത് സെൽഫായിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ ശ്രദ്ധിക്കുക, ഇത് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ഇവിടെയൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ ചാർജ് ഇപ്പോഴേ പഠിച്ചു നോക്കണം. ചാർജ് -1 എത്ര പേർക്കുണ്ട്? അല്ലെങ്കിൽ ചാർജ് 1 ആയിട്ട് എടുക്കുന്ന ചാർജ് -1 ആർക്കൊക്കെ ഉണ്ട്? ഇവിടെ പറഞ്ഞു, ശരിയാ, ക്ലോറിൻ അല്ലെ? Cl -1 ആണ്. പിന്നെന്തായിരുന്നു? OH -1 ആണ്. തയോസൈനൈഡ് SCN അല്ലെ?
SCN, NCS ആ കാറ്റഗറി അല്ല, CN മൈനസ് ഉണ്ടോ? അങ്ങനെ -1ന്റെ ഒരു കാറ്റഗറി. ഇനി 0 വരുന്ന ആൾക്കാരായിരിക്കാ? CO, NH2, NH3 അല്ലെ? NH3, H2O. ചില ആൾക്കാരൊന്നും പറയണില്ല, ഞാൻ നോക്കണ്ട് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പറയിപ്പിക്കോട്ടോ. ഇത് സ്റ്റഡി സെക്ഷൻ ആണ്. ഗെയിം എന്ന് പറയുന്നത് ഞാൻ എത്ര പേര് പറയാത്തുണ്ട് എന്ന് നോക്കിയിട്ട് അവർ ഇന്ന് രാത്രി പിടിക്കാൻ വേണ്ടിട്ടാ കേട്ടാ. ഓക്കെ, ഇന്ന് രാത്രി 4 പേരാണ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ളത്. നാളെ എക്സാം ഇല്ലാത്ത ആൾക്കാരായിരിക്കാം? നാളെ എക്സാം ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ എല്ലാം സ്കൂളിൽ നിന്ന് ഓരോരുത്തരെ പിടിച്ച് വെക്കാം കേട്ടോ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇന്ന് പറഞ്ഞ് എന്നെ കേൾപ്പിക്കണം. ഞാൻ 15 മിനിറ്റ്സ് ഉള്ളൂ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് ഇതല്ലേ. അപ്പൊ അതുകൊണ്ട് ഒരു 15 മിനിറ്റ്സ് നിങ്ങൾ പറഞ്ഞ് കേൾപ്പിക്കേണ്ടി വരും. ഓരോരോ ടോപ്പിക്സ് എഴുതി വെച്ചേക്കുന്ന എനിക്ക് ഒന്ന് എഴുതി കറക്റ്റ് ആയിട്ട് ഓർഡറിൽ എത്തുമ്പോൾ അല്ലേ. ഓക്കെ, അത് ഡിസംബറിൽ നിങ്ങൾക്ക് വല്ല വെക്കേഷനൊക്കെ വല്ലയിടത്ത് പോകണ്ടെങ്കിൽ അതായി. അല്ലെങ്കിൽ ഞാൻ പാരന്റ്സിന്റെ അടുത്ത് വിളിച്ചുകൊണ്ട് പറയും, ഇവനൊന്നും പഠിച്ചിട്ടില്ല, ഇവർ രക്ഷപ്പെടുത്തണമെങ്കിൽ ഇവിടെ പിടിച്ച് നിർത്തണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വെക്കേഷൻ ശരിയാക്കി വെക്കണം. അതുകൊണ്ട് മര്യാദക്ക് വേഗം അതിനു മുമ്പ് കേട്ടോ, ഡിസംബറിനുള്ളിൽ നിങ്ങളുടെ പോർഷൻസ് ഒക്കെ സെറ്റ് ചെയ്ത് ജനുവരി ഫസ്റ്റ് വീക്കിലാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, എക്സാം എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് പ്ലഡ്ജ് ചെയ്യണം കേട്ടോ. ഓക്കെ, എന്ന് വിചാരിക്കണം എന്ന് കേട്ടോ. അപ്പൊ നേരത്തെ പഠിച്ചു പോകും കേട്ടോ. ഓക്കെ, എക്സാം ശരിക്കും പറഞ്ഞാൽ എപ്പോഴാ? February 15th നേരത്തെ ഡിക്ലറേഷൻ ആണ് കേട്ടോ. CBSE നേരത്തെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ എക്സാം എന്തായിരിക്കും? February 15 ഓൺവേർഡ്സ് എഫക്റ്റീവ്ലി. പേപ്പർ ഇതുപോലെ വന്നാ അതുണ്ടാവും, അതെനിക്കറിയാം, എല്ലാ സ്കൂളിലും ഉണ്ടാവും അല്ലേ. ഓക്കെ, അല്ല അതല്ല, അപ്പൊ എന്നാലും നമ്മൾ ഇത്തിരി കോളൊക്കെ പഠിച്ചൊക്കെ കുറവുണ്ടാവുമല്ലോ. പക്ഷെ അതെല്ലാം മാറ്റി ഡിസംബർ ആവുമ്പോൾ എന്ത് ചെയ്തേക്കണം? കട്ട് ചെയ്ത് നിർത്താൻ പറ്റണം കേട്ടോ. ഓക്കെ, അതിനുവേണ്ടി പഠിക്കും. അപ്പൊ ചിലപ്പോൾ എവിടെയെങ്കിലും ഒക്കെ എററൊക്കെ വരൂലേ, അതൊക്കെ മാറ്റി പെർഫെക്ഷൻ ആക്കാം കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത് ഇവർ ചോദിച്ച ഡൗട്ട് ഇലക്ട്രോകെമിസ്ട്രി ആണ് അല്ലെ. ഇലക്ട്രോകെമിസ്ട്രി എങ്ങനെ പഠിക്കണം എന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇലക്ട്രോകെമിസ്ട്രിയിൽ 2 കാറ്റഗറൈസേഷൻ ചെയ്യാം. എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചുകൊണ്ട് പറയാം. ന്യൂമറിക്കൽസ് വേറെ, തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസ് വേറെ. അപ്പോ ന്യൂമറിക്കൽസ് അവിടെ നിൽക്കട്ടെ. ന്യൂമറിക്കൽസ് അല്ലാതെ തിയറട്ടിക്കൽ എന്തൊക്കെ വരും, അത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റാവുന്ന ലോ ആണ് കൊളറിഷ് ലോ. എന്തായിരുന്നു കൊളറിഷ് ലോ? ആർക്കൊക്കെ അറിയാം കൊളറിഷ് ലോ? കൊളറിഷ് ലോ നിമിഷം റെഡി ആയിട്ട് ഓക്കെ ആണോ? അവിടെ പറയാൻ പറ്റുമല്ലോ, പറഞ്ഞേ. ശരി. റൈറ്റ് ആണ് കേട്ടോ. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഈസ് ദി സം ഓഫ് ദി ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ അല്ലെ. എന്റെ എക്സാമ്പിൾ ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോ നിങ്ങൾ അതിന്റെ തിയറി ആണ് നോക്കുന്നതെങ്കിൽ ആദ്യം ബാറ്ററി പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ നിന്ന് തുടങ്ങാം. അപ്പൊ എളുപ്പമാണ്. ബാറ്ററി കറക്റ്റ് ഓർഡറിൽ ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റ് യൂസ്, ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റ് യൂസ്. അങ്ങനെ ഏതിന്റെയൊക്കെ പഠിക്കണം? ഡ്രൈ സെൽ, മെർക്കുറി സെൽ, ദെൻ ലെഡ് സ്റ്റോറേജ് ബാറ്ററി, സെക്കൻഡറി ബാറ്ററി ആണ്. അതിന്റെ എല്ലാത്തിന്റെയും എന്ത് പഠിക്കണം? ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റ്, അതിന്റെ യൂസസ്. അത് പെട്ടെന്ന് തീരുന്ന പരിപാടിയാണ്. അത് കഴിഞ്ഞ് റിയാക്ഷൻസ് ഒരുമിച്ച് എഴുതി പഠിക്കാം. അത് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് തിയറി ആയിട്ട് ചോദിക്കുന്നത് കൊളറിഷ് ലോ ചോദിക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ വീക്ക് ആൻഡ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ചെറിയൊരു ടേബിൾ ആയിട്ട് നമ്മൾ തന്നിട്ടുണ്ട് അല്ലെ. എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് NaCl, KCl അതുപോലെയുള്ള അല്ലെ ജനറൽ ആയിട്ട് വരുന്ന സോൾട്ടുകൾ എല്ലാം തന്നെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് വരും. ദെൻ വീക്ക് ഇലക്ട്രോലൈറ്റ് ഒരു എക്സാമ്പിൾ ഉള്ളൂ. ആരെങ്കിലും CH3COH കേട്ടോ. CH3COH കേട്ടോ. ഞാനിത് പറഞ്ഞു കൊള്ളാം, അതൊക്കെയാണല്ലേ. അങ്ങനെ ഇരിക്കും. നിങ്ങൾക്ക് ഒന്ന് ആലോചിക്കുക, നിങ്ങൾ പഠിച്ചതൊക്കെ നിങ്ങൾ ഒരു പ്രാവശ്യം കേട്ടെങ്കിലും ഒക്കെ അല്ലേ, അത് ഓർത്ത് വെക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ആക്ച്വലി അവിടെ മെയിൻ ആയിട്ട് ഇലക്ട്രോകെമിസ്ട്രിയിലെ തിയറി വരുന്നത്? കണ്ടക്ടിവിറ്റി, മോളാർ കണ്ടക്ടിവിറ്റി, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ടേം ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. അത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഡിഫൈൻ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി, ഡിഫൈൻ സെൽ കോൺസ്റ്റന്റ്. ദെൻ അങ്ങനെ വരുന്ന കോൺസ്റ്റന്റ് ബേസ് ചെയ്തിട്ട് വരുന്ന അതുകൂടി ആ ചാപ്റ്ററിന്റെ തിയറി എന്ന് പറയുന്നത് തീർന്നു. വളരെ കുറച്ചുള്ളൂ. ഇത് കഴിഞ്ഞാൽ അതിൽ വരുന്ന ഇക്വേഷൻസ്. ആദ്യത്തെ ഇക്വേഷൻ അതിനു മുമ്പ് നെക്സ്റ്റ് ഇക്വേഷൻ റൈറ്റ് ആണ്. എന്താണ്? ഇ സെൽ ഈക്വൽ ടു ഇ നോട്ട് കാഥോഡ് മൈനസ് ഇ നോട്ട് ആനോഡ്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇക്വേഷൻ. നെക്സ്റ്റ് ഇക്വേഷന്റെ 2 വേർഷനും അറിഞ്ഞു നോക്കണം. ആദ്യത്തെ വേർഷൻ എന്തായിരുന്നു? ഇ സെൽ ഈക്വൽ ടു ഇ നോട്ട് സെൽ മൈനസ് 2.303 R T divided by NF log C raised to C D raised to D. അത് കഴിഞ്ഞാൽ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്തായിരുന്നു? E cell equal to E naught cell minus
0.059 ഡിവൈഡഡ് ബൈ n log പഠിച്ചിട്ടില്ല, ഓർമ്മയില്ല ആരും. ഇക്വേഷൻസ് ഒന്നും പഠിച്ചിട്ടില്ല, എല്ലാവരും ഓർമ്മയില്ല. ഈ വെക്കണം എന്ന് പറഞ്ഞോ, ശരിയാ. പറ്റില്ല, ഫാക്റ്റ് ആണ്, ബേസിക് ഫാക്ട് നന്നായിട്ട് അറിയണം. എക്സ്ട്രാ ക്ലിയർ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ക്ലിയർ ആയിട്ട് വേണം കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ചെറിയ പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ട്, 1 day സെക്ഷൻസിലേക്ക് മാറ്റിയിട്ട് ഇങ്ങനെ പറയിപ്പിക്കും. 20-30 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു ഓരോ ഇക്വേഷൻസും ചെറിയ പിള്ളേരെ പഠിപ്പിക്കണ പോലെ കേട്ടോ. അങ്ങനെ പറഞ്ഞു ഉറപ്പിക്കും കേട്ടോ. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇത് കണ്ടിട്ട് ഇത് എനിക്ക് മനസ്സിലായി, ആ പരിപാടിയല്ല, ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ ക്വിക്ക് ആൻഡ് വിത്ത് ആക്ഷൻ ആയിരിക്കണം കേട്ടോ. ഇങ്ങനെയുള്ള കാര്യം എങ്കിൽ മാത്രമേ എക്സാമിന്റെ സമയത്ത് ഒരു പ്രഷറിൽ അത് കിട്ടുള്ളൂ. ചിലപ്പോൾ അല്ലെങ്കിൽ അവിടെ ബ്ലാങ്ക് പോയിന്റ് ആയിട്ടിരിക്കും, നമുക്കൊന്നും വരില്ല. അങ്ങനത്തെ വരും. അത് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം നിങ്ങൾക്ക് 10 ചാപ്റ്റേഴ്സ് ഒരുമിച്ചല്ലേ ഇനി ഫേസ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് മോഡലിൽ തന്നെ അത് വരും, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, ക്ലിയർ ആയിട്ട്. ദെൻ അത് കഴിഞ്ഞാൽ അടുത്ത ഇക്വേഷൻ എന്തായിരുന്നു? ഓർഡറിൽ ഇ0 സെല്ലും കെ സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇ0 സെൽ ഈക്വൽ ടു 0.059 ഡിവൈഡഡ് ബൈ n log കെ സി. അത് കഴിഞ്ഞാൽ ഡെൽറ്റ ജി ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ0 സെൽ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തായിരുന്നു? ശരിയാ, ലാംഡ എം ഈക്വൽ ടു കാപ്പ ഡിവൈഡഡ് ബൈ സി അല്ലെ, അല്ലെങ്കിൽ കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി. ദെൻ ജി സ്റ്റാർ ഈക്വൽ ടു ആർ കാപ്പ. ദെൻ ആൽഫ ഈക്വൽ ടു ലാംഡ എം ഡിവൈഡഡ് ബൈ ലാംഡ നോട്ട് എം. ഇക്വേഷൻ കേട്ടോ. ഓക്കെ, ക്ലിയർ ആയിട്ട് നിങ്ങൾ രണ്ടുപേരും കേട്ടോ ഇന്ന് ഫുൾ ഇക്വേഷൻസ് 2 ചാപ്റ്ററിന്റെയും കേട്ടോ. ഓക്കെ, ഇപ്പൊ തന്നെ സെലക്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. 2 ചാപ്റ്ററിന്റെയും 3 ചാപ്റ്ററിന്റെ ന്യൂമറിക്കൽസ് ഫുൾ ഓർഡറിൽ കിട്ടണം. നെയിം റിയാക്ഷൻസ് എനിക്ക് ഓർഡറിൽ കിട്ടണം. മെക്കാനിസം ഓർഡറിൽ എന്നിട്ട് ഉറങ്ങിയാൽ മതി. ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞോളാം കേട്ടോ. ഓക്കെ, കാരണം നാളെ മറ്റന്നല്ല എക്സാം. എന്ന് പറഞ്ഞാൽ ആയില്ലേ, ഇനി 2 ദിവസമല്ലേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കേട്ടോ ബാക്കി ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്യാം. 4 പേര് മതി കേട്ടോ. ഒന്ന് വന്നിട്ട് 4 പേര് 5 പേരെ എടുക്കാം നമുക്ക്. അവര് ഒന്ന് പറഞ്ഞ് കേൾപ്പിക്കേണ്ടി വരും കേട്ടോ. നമുക്ക് തുടങ്ങാം. കൺവേർഷൻ ആണ് കേട്ടോ. കൺവേർഷൻ എങ്ങനെ നോക്കണം? ആദ്യം എന്തൊക്കെയാണ് കൺവേർഷൻ എന്ന് നോക്കാം. 4 ചാപ്റ്ററുള്ള കൺവേർഷൻ കുറെ ടൈപ്പ് ഉണ്ട്. ആ ടൈപ്പിനെ കാറ്റഗറൈസ് ചെയ്ത് ഓർഡറിൽ കൊണ്ടുവരുന്നു. കാറ്റഗറൈസ് ചെയ്ത് ഓർഡറിൽ കൊണ്ടുവരാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 4 ചാപ്റ്ററിലെയും കുറച്ച് എടുത്തു വെക്കാം. ഇനി ശ്രദ്ധിക്കുക, കൺവേർഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ചാപ്റ്ററിലെ എല്ലാ റിയാക്ഷനും അറിഞ്ഞു വെക്കണം. 1. രണ്ടാമത് 11th എല്ലാ ഇക്വേഷനും അറിഞ്ഞു വെക്കണം. ദെൻ മൂന്നാമത്തത് ഈ ഇക്വേഷൻ അറിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, ഇതിനെ കണക്ട് ചെയ്യാൻ അറിഞ്ഞു വെക്കണം. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ഈ കൺവേർഷനെ കണക്ട് ചെയ്യുന്ന ആ ത്രെഡ് അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് കാര്യമില്ല. ഇനി ഹാലോ ആൽക്കൈൻ പഠിച്ചിട്ടുണ്ട്, മറ്റേ ചാപ്റ്റർ പഠിച്ചിട്ടുള്ള ഒരു കാര്യമില്ല. കാരണം കൺവേർഷൻ ബോർഡിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത് ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള അമീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ടൈപ്പാണ്. മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൺവേർഷൻ നോക്കണ സമയത്ത് കറക്റ്റ് കാറ്റഗറൈസ് ചെയ്ത് തന്നെ കൊണ്ടുപോകണം. അപ്പോൾ ആദ്യം നമ്മൾ കൺവേർഷൻ ഹാലോ ആൽക്കനിൽ നിന്ന് പതുക്കനെ ആൻഡ് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് തുടങ്ങാൻ പോവാണ് അല്ലെ. നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ആദ്യം ഇരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ ഇയാള് അറിയില്ല, നമ്മൾ കുറെ ചാർട്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ചാർട്ടുകൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ചാർട്ടുകളെല്ലാം മിക്സ് ചെയ്യുമ്പോഴാണ് നന്നായിട്ട് ഒരു കൺവേർഷൻ ചെയ്യുന്ന ഒരാളിലേക്ക് വരുന്നത്. ഇനി കൺവേർഷൻ ചെയ്യുമ്പോൾ ആദ്യത്തെ റൂള് കേട്ടോ, ആ റൂളുകളൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. ആദ്യത്തെ റൂള്, നിങ്ങൾ ബോർഡ് എക്സാമിൽ ഇരിക്കുന്ന സമയത്ത് ചില കൺവേർഷൻ ഡയറക്റ്റ് ആയിരിക്കും, അത് നെയിം റിയാക്ഷന്റെ പാർട്ടാണോ എന്നാണ് ക്രോസ് ചെക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് നോക്കേണ്ടത് എന്തായിരിക്കണം, നെയിം റിയാക്ഷന്റെ പാർട്ടാണോ എന്ന്. സെക്കൻഡ് നോക്കുന്നത് നമ്മൾ പഠിച്ചേക്കുന്ന 4 ചാർട്ടുകളിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ആണോ എന്നുള്ളത്. കൂടുതൽ ചാൻസുകൾ അതാണ് ആക്ച്വലി വരുന്നത്. അപ്പൊ ആ 4 ചാർട്ടുകളുമായിട്ട് ഇന്റർകണക്റ്റഡ് ആയിട്ട് വരുന്നതാണ്. ദെൻ തേർഡ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് കൺവേർഷൻസുകൾ ഉണ്ടാകും. ഒന്ന് പറഞ്ഞാൽ ഒരു കാർബൺ ഇൻക്രീസ് ചെയ്യുന്നത്, കാർബൺ ഡബിൾ ചെയ്യുന്നത്, കാർബൺ ഡിക്രീസ് ചെയ്യുന്നത്, ബെൻസീൻ ആഡ് ചെയ്യുന്നത്, ബെൻസീൻ റിലേറ്റഡ്, അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് കൺവേർഷൻ ആണോ എന്ന് നോക്കുന്നതാണ് ചെയ്യുന്ന ഇത് എന്ത് വരുന്നത്, തേർഡ് ടൈപ്പ് ആയിട്ട്. ഫോർത്ത് എന്ന് പറയുന്നത് ഇതിലൊന്നും അല്ലാത്ത ഏറ്റവും ടഫ് ആയിട്ടുള്ള എൻഡിങ്ങിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. അത് ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാത്തിലേക്കും ഈ 3 സ്റ്റെപ്പും ലെവലും കഴിഞ്ഞ ആൾക്കാർക്ക് മാത്രം അതിലേക്ക് പോവാം. ഒരു എക്സാമ്പിളിൽ നിന്ന് തുടങ്ങാം. നമുക്ക് വൈഡ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാം കേട്ടോ. ഓക്കെ, വൈഡ് ആയിട്ടുള്ള, ഞാനൊന്നും ആലോചിക്കാതെ എവിടെ നിന്ന്
എവിടെ നിന്ന് വേണമെങ്കിലും എങ്ങനെയെങ്കിലും ഇതിലേക്ക് എത്താം കേട്ടോ. അതാണ് ഇതൊരു പസില് പോലെ എടുത്തേക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിന്ന് തുടങ്ങാം, എന്ത് വേണമെങ്കിലും ചെയ്തു പോവാം. ബെൻസോക്വിനോൺ, ഇതിന്റെ പൊസിഷൻ ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ബെൻസോക്വിനോൺ ആദ്യം നമ്മൾ നോക്കുന്നത് ഇതിലെ 4ാമത്തെ ടൈപ്പ് എന്ന് പറയുന്ന ടഫ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്ന രീതിയിൽ വേണമെങ്കിൽ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇത്? ABCD ചോദിക്കാം, ആ ബാക്കി രീതിയിലേക്ക് ചോദിക്കാം. മീഥേൻ CH4 എത്ര സ്റ്റെപ്പാണെന്ന് ഒന്നും എനിക്കറിയില്ല, വെറുതെ ഇട്ടേക്കാണ്. മീഥേനിൽ നിന്ന് എനിക്ക് ബെൻസോക്വിനോൺ വേണം, എന്ത് ചെയ്യണം? ഒരാൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എങ്കിൽ എനിക്ക് വേണമെങ്കിൽ എനിക്ക് തോന്നണ പോലെ ആലോചിച്ച് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. മീഥേനിൽ നിന്ന് എനിക്ക് ബെൻസോക്വിനോണിലേക്ക് എത്തണം. ഫസ്റ്റ് ഇവിടെ വരുന്ന ത്രെഡ് എന്ന് പറയുന്നത് ഞാൻ ഒബ്സർവ് ചെയ്യുമ്പോൾ ഇത് ആലിഫാറ്റിക് ആണ്. ഇത് എന്താണ് ആക്ച്വലി? ബെൻസോക്വിനോൺ ഇങ്ങനെയാണോ? സോറി, ഇത് ആലിഫാറ്റിക് ആണ്, ഇതെന്താണ്? ആരോമാറ്റിക് ആണ്. അപ്പൊ ഇയാളെ പിടിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു ബെൻസീനിലേക്ക് മാറ്റണം കേട്ടോ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പറയാം കേട്ടോ. ഇപ്പൊ ഈ ബെൻസീനിൽ നിന്ന് അപ്പുറത്തേക്ക് ആക്കാം, അങ്ങനെ ഉള്ള ഏത് വരുന്ന ടൈപ്പിലേക്ക് എത്തുന്നതാണ്. പക്ഷെ ഇവിടെ ഞാൻ ഈ ഒരു ഓർഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഓർഡർ ഉണ്ടായിട്ട് അതൊരു ലീഗലൈസ്ഡ് ആയിട്ടുള്ള കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന ഒരു ഓർഡറാണ്. ആ ഓർഡറിൽ കൂടി തന്നെയാണ് ഞാൻ എന്റെ പ്രോസസ് തിങ്ക് ചെയ്യുള്ളൂ. അതിലേക്ക് നിങ്ങളെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പിയാണ്, കൺവേർഷൻ വരൂ, നമുക്ക് ചെയ്യാം. ഏത് ടഫ് ആണെങ്കിലും നമ്മൾ പസിലൊക്കെ ചെയ്യില്ലേ, പസിലൊക്കെ ചെയ്ത് കിട്ടുമ്പോൾ ഒരു സന്തോഷം കൂടില്ല, അതുപോലത്തെ ഒരു ഇതിലേക്ക് വരും. എങ്ങനെ കിട്ടും? ഒരു വഴി ആരെങ്കിലും പറഞ്ഞാൽ റൂട്ട്സ് ഫിറ്റ് ചെയ്യാം. വെരി ഗുഡ്, റൂട്ട്സ് ഫിറ്റ് ചെയ്യാം. എന്ത് ചെയ്യണം? ഇയാള് പറഞ്ഞ ഇതിലേക്ക് കൊണ്ടുപോവാം. Cl2 and UV-Lite, അതല്ല ഉദ്ദേശിച്ചത്? ഉണ്ടോ? വെരി ഗുഡ്. CH3Cl ഒരു ബെൻസീന് കൊണ്ടുവരാനാണ്. ഇനി അതല്ലാതെ ഇയാൾ റൂട്ട്സ് ഫിറ്റിക്ക് പറഞ്ഞു, അതല്ലാതെ ഒരു ഓപ്ഷൻ പറഞ്ഞു, ഇതിലേക്ക് ഒരു ബെൻസീൻ ആക്കണം ആദ്യം. എന്തെങ്കിലും സാൻമൈസിനാണെങ്കിൽ സാൻമൈസ് അനലിനല്ലേ, അനലിൽ നിന്ന് ബെൻസീനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ആലിഫാറ്റിക് ഇതും കൂടി ജോയിൻ ചെയ്യുന്ന നെയിം റിയാക്ഷനിൽ തന്നെ ഉണ്ട്. ഫ്രിഡൽ ക്രാഫ്റ്റ് ചെയ്യാം. ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ചെയ്താൽ ടോളുവിൻ കിട്ടും. രണ്ടായാലും ടോളുവിനാണ്. വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഗട്ടർമാൻ കോച്ച് എന്ന് പറയുമ്പോൾ ബെൻസീൻ അല്ലേ അപ്പുറത്ത്? ബെൻസീനിലേക്ക് ഉണ്ടോ? അങ്ങനെ ആലോചിക്കാനേ പറയുന്നത് കേട്ടോ. ഒരു തിങ്കിങ് പ്രോസസ് ആണ് ആക്ച്വലി. മെയിൻ ആയിട്ട് ഈ രണ്ടെണ്ണമാണ് ഇപ്പൊ വന്നേക്കുന്നത് കേട്ടോ. അപ്പൊ എന്താവാം, ഇതിലേക്ക് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് ക്ലോറോബെൻസീൻ ഇട്ടു, എന്നെ ട്രൈ ചെയ്തു, ടോളുവിനായി. ഇനി ആലോചിക്കേണ്ടത് ടോളുവിനും ഇവരും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യുന്ന. ഇത് കിട്ടണമെങ്കിൽ ഇതിന് തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പ് അറിയണം. ഇത് തൊട്ട് മുമ്പത്തെ ഫിനോള് അല്ലെ? ഫിനോൾ. ആ റിയേജന്റ് പറഞ്ഞു, ഞാൻ പറഞ്ഞു റിയേജന്റ് പറഞ്ഞു പോ. ശരിയാ? K2Cr2O7. ടെക്സ്റ്റ് ബുക്കിൽ ഏതാ കിടക്കുന്നത്? Na2Cr2O7. മറ്റേതും കിട്ടും കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന Na2Cr2O7. ഇനി പേടിക്കൊന്നും വേണ്ട, അത് ഇട്ടാലും ഇതിട്ടാലും കിട്ടുകയും ചെയ്യും. വേറെ ഒരെണ്ണം കൂടി ഉണ്ട്, ഇത് പോരാ, ഇതിന്റെ ഒപ്പം ഒരാളും കൂടി വേണം. H2SO4. ഇതിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരൊന്നും ആരെങ്കിലും പറയാൻ പറ്റുമോ? ക്രോമിക് ആസിഡ്. കൂടുതൽ ചോദിക്കുന്ന എക്സാമുകൾക്ക് ക്രോമിക് ആസിഡ് എന്നാണ് കേട്ടോ. അപ്പൊ ഫിനോൾ. ഇനി നിങ്ങളുടെ ഡ്യൂട്ടി എന്താണെന്ന് അറിയോ? ഇത് കണ്ടോ, ഈ ടോളുവിനെ ഫിനോൾ ആക്കണം. എന്ത് ചെയ്യും? എന്റെ ചാർട്ടുകളിൽ കിടപ്പുണ്ടാവും. അങ്ങനെ ആക്കാം. അപ്പൊ ക്ലൂ ആണ്, പറഞ്ഞു. ശരിയാ. ബെൻസാൽഡിഹൈഡ് CH3 ആക്കണമെങ്കിൽ ബുദ്ധിമുട്ടല്ലേ? എറ്റാഡ്. എന്നിട്ട് പിന്നെ പോണ്ടേ? ആരെങ്കിലും ഇത് പറയാന്നേ. കിട്ടുന്നേ CH3 എന്ന് പറഞ്ഞ ബെൻസീൻ ആക്കിയിട്ട് ഫിനോൾ ആക്കാൻ അവർ ഉദ്ദേശിക്കുന്നത്. കുറെ വഴിയുണ്ട് പറയുന്നേ ആരെങ്കിലും ഒക്കെ. ക്രിസ് ഒന്ന് ആലോചിച്ചോ, തലക്കൊന്ന് ആലോചിച്ച്.
ബെൻസോയിക് ആസിഡ് ആക്കുന്നത് എങ്ങനെയാ ടോളുവിന? എന്താ പറയാ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ് യൂണീക്ക് ആണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ആ റിയാക്ഷൻ ഇല്ലാതെ ചാപ്റ്റർ പഠിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ പാസ്റ്റ് ഇയറിൽ അത് മാത്രം പഠിച്ചിട്ട് പോയാലും കുഴപ്പമില്ല ചാപ്റ്റർ. ആൽക്ലൈൻ KMnO4 കേട്ടോ, ആൽക്ലൈൻ KMnO4 ആൻഡ് പറയ്, KMnO4 മാത്രം പോരാ, പറഞ്ഞോ, KOH ഗുഡ് കണ്ടോ. ഓക്കെ, ഒരു COOK കുക്ക് കിട്ടും, അതിന്റെ ഒപ്പം H3O+. ഞാൻ പറഞ്ഞു ബെൻസീന്റെ മുകളിൽ CH3 COCH3 അങ്ങനെ എത്ര വലിയ ചെയിൻ വന്നാലും ഒറ്റയടിക്ക് COH ആക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇയാള് പറഞ്ഞ റൂട്ടിലാണ് പോകുന്നത്. ഇത് ബെൻസോയിക് ആസിഡ് ആക്കി. എന്നിട്ട് എങ്ങനെ ബെൻസീൻ ആക്കാം? ബെൻസോയിക് ആസിഡിനെ എങ്ങനെ ബെൻസീൻ ആക്കാം? ബെൻസോയിക് ആസിഡ് പ്രൊഡക്ഷൻ പറ്റത്തില്ല. നെയിം റിയാക്ഷനാ ഞാൻ ആലോചിക്കണതേ. നെയിമിംഗ് റിയാക്ഷൻസ് കഴിഞ്ഞ ആൾക്കാര് ഞാൻ പറഞ്ഞു കുറെ സ്ഥലത്തൊക്കെ നെയിമിംഗ് റിയാക്ഷൻ വന്നുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യ്. ബെൻസോയിക് ആസിഡ് ടു ബെൻസീൻ 11th പഠിച്ചതാണ്. ഡീകാർബോക്സിലേഷൻ കേട്ടോ, ഡീകാർബോക്സിലേഷൻ. NaOH and CaO, NaOH and CaO. ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ എന്താവും? ബെൻസീൻ ആകും. ബെൻസീനെ ഫിനോൾ ആക്കുന്നത്, ബെൻസീനെ ഫിനോൾ ആക്കുന്നത് ടെക്സ്റ്റ് ബുക്കിലെ ഫിനോളിന്റെ പ്രിപ്പറേഷനിലെ രണ്ടാമത്തെ ഹെഡിങ്. ആദ്യത്തെ ഹെഡിങ് ക്ലോറോ ബെൻസീൻ ടു ഫിനോൾ, സെക്കൻഡ് ഒലിയം അല്ലേ? ഒലിയം എന്തായിരുന്നു? H2S2O7. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ എഴുതിയിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെഴുതാം? കോൺസെൻട്രേറ്റഡ് H2SO4. അത് മാത്രം പോരാലോ, ഓർ കോൺസെൻട്രേറ്റഡ് H2SO4. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ കിട്ടാം? SO3H ആണ്. പിന്നെ എന്ത് ചെയ്യും? ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്, NaOH and H+. ഡൗസ് പ്രോസസ് ഉപയോഗിക്കുന്ന അതേ റിയേജന്റ് NaOH and H+ കേട്ടോ. ഇത് രണ്ട് സ്റ്റെപ്പാണ് ഇവിടെ. എന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ബെൻസീൻ ഏതിലേക്കാ? അനിലിനല്ലേ കേട്ടോ, ഡൈസ്പെൻസുള്ള അനിലിന്റെ ആവില്ല വരുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത് എവിടെന്നോ തുടങ്ങി, പക്ഷെ ഇത് എങ്ങനെ കണക്ട് ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇത് കണ്ടെത്തുന്നതല്ല, ഇതിന്റെ തിങ്കിങ് പ്രോസസ്സാണ് പറയുന്നത്. അപ്പൊ ആദ്യം ഇത് കണ്ടു, നിങ്ങൾ ബ്ലിങ്കസി ആയിട്ട് ഇരിക്കരുത്. ഫസ്റ്റ് ഇതിന്റെ ഒരു റൂട്ട് പിടിക്കുക. ഒരിക്കലും ഇത് മുഴുവൻ കണ്ടിട്ട് എനിക്ക് ഈ ക്വസ്റ്റൻ എഴുതാൻ പറ്റില്ല. ട്രൈ ആൻഡ് എറർ വെച്ചിട്ടാണ്. ഗൈഡോ ബുക്കോ റെഫർ ചെയ്യുമ്പോൾ അവര് കൃത്യം ഒരു ആൻസർ ഇങ്ങനെ പാറ്റേണിൽ വരും. അങ്ങനെയല്ല, വേറെ പാറ്റേണിൽ കൂടിയും വേറെ വഴി കൂടിയും ഒക്കെ ആലോചിച്ച് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കൺവേർഷൻ നിങ്ങൾക്ക് അറിയാം. കൺവേർഷൻ നിങ്ങൾക്ക് ABCDയും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കെമിസ്ട്രിക്ക് കിട്ടും. ബാക്കിയുള്ളതെല്ലാം കറക്റ്റ് സ്ട്രക്ചേർഡ് ആണ്, ഓർഡറിൽ പഠിച്ചാൽ കിട്ടാവുന്ന കാര്യമാണ്. ഇത് മാത്രമാണ് ഒന്ന് ഫ്ലക്ച്വേറ്റഡ് ആയിട്ട് കിടക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം കറക്റ്റ് ഓർഡറിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ ടൈമും ഉണ്ട്, കൃത്യമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. റിപ്പീറ്റേഷൻ ആണ് ബാക്കിയൊക്കെ. ഇപ്പോൾ ഇയാൾ വരുന്നു അല്ലെങ്കിൽ ആരെങ്കിലും വരുന്നു, നമുക്ക് പഠിക്കണം. ഒരു 2 ദിവസം ഫുള്ളായിട്ട് ഇരുന്ന് കുത്തിയിരുന്ന് കറക്റ്റ് ഓർഡറിൽ. ഇപ്പൊ ഇക്വേഷൻ ഉണ്ട്, ഒരു 15 ഇക്വേഷൻ അല്ലെ, നിങ്ങൾക്ക് ഒന്നുമില്ല, ഒരു 20-30 പ്രാവശ്യം ഒരുമിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നാവില് ഓട്ടോമാറ്റിക്കലി വരും. മടി ഉണ്ടാവും നമുക്ക്. നിങ്ങളുടെ പൊസിഷനിൽ ഞാനാണെങ്കിലും അതുണ്ടാവും. പക്ഷെ നമുക്ക് അത് വിചാരിച്ചാൽ പഠിച്ചു തീർക്കാൻ പറ്റും. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇതൊരു എന്താ പറയാ, ഒരു ക്രിയേറ്റിവിറ്റി പോലെ ഇങ്ങനെ എത്തേണ്ട ഒരു പ്രോസസ്സാണ് ആക്ച്വലി. അപ്പൊ ആദ്യം ഇത് കാണിച്ചു തന്നത്, ഇതൊന്ന് എഴുതിക്കോട്ടോ, എഴുതി. ക്വസ്റ്റൻ ഇതാണ്: മീഥേൻ കൺവേർട്ട് ടു ബെൻസോക്വിനോൺ. മീഥേൻ കൺവേർട്ട് ടു ബെൻസോക്വിനോൺ. മീഥേൻ കൺവേർട്ട് ടു ബെൻസോക്വിനോൺ.
എന്ന് ചെയ്യുന്ന കാര്യം ഇതാണ്. ഹാലോ ആൽക്കീൻ ആൻഡ് ഹാലോവരീൻ അതിലുള്ള എല്ലാ കൺവേർഷൻസും ഒപ്പം അമീൻസിന്റെ കുറച്ച് കൺവേർഷൻസും കേട്ടോ. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു 20-25 ആണ് നമ്മുടെ എയിം ആയിട്ട് വരുന്നത്. അപ്പൊ അത് പഠിക്കാൻ വേണ്ടി എന്തെല്ലാം വേണം എന്നുള്ള കാര്യമാണ്. എനിക്ക് വേണമെങ്കിൽ ആ ചാപ്റ്ററിൽ മുഴുവൻ റിയാക്ഷൻസ് പഠിക്കണം എന്നുള്ള ഒരു ഓർഡറിൽ പറയാം. പക്ഷെ അതിനേക്കാൾ ഏറെ നിങ്ങൾ ആ റിയാക്ഷൻസ് കറക്റ്റ് ആയിട്ട് ഓർഡറിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ കൺവേർഷനിൽ നോക്കുന്നത് കേട്ടോ. ഓക്കെ, അത് പ്ലസ് ഒരു കാർബൺ ഇൻക്രീസ് ചെയ്യുന്ന ടൈപ്പ് അല്ലെങ്കിൽ എത്ര കാർബൺ കൂട്ടുന്ന ടൈപ്പ്, അത് അമീൻസിൽ വരുന്ന ഏരിയ ആണ്. അപ്പോൾ 2 ചാപ്റ്റേഴ്സ് ആണ് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ ബെൻസീൻ അല്ലാത്തത് കേട്ടോ. ബെൻസീൻ അല്ലാത്ത ടൈപ്പ് കൺവേർഷൻസുകളാണ് കൂടുതൽ വരുന്നത്. പക്ഷെ ബെൻസീൻ വരും. എങ്ങനെയാന്ന് പറഞ്ഞാൽ വൂഡ്സ് ഫിറ്റിക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ 3 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന് ചെയ്യുന്ന ടൈപ്പുകൾക്ക് നമ്മൾ മാസ്റ്റർ ആവാൻ പോവാണ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒന്ന് പൊസിഷൻ ചേഞ്ച്, അതുപോലെ കാർബൺ ഇൻക്രീസ് ചെയ്യുന്ന ടൈപ്പ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് നെയിമിംഗ് റിയാക്ഷൻസ്. നെയിമിംഗ് റിയാക്ഷനിൽ നിന്ന് എങ്ങനെ ചോദിക്കുന്നു, ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത് കേട്ടോ. ഓക്കെ, അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുവരുന്ന ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡിലെ എക്സ്ക്ലൂസീവ് ആയിട്ട് വരുന്ന കൺവേർഷൻസുകളിലേക്ക് പോകും. അതാണ് കുറച്ച് ടഫ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ബെൻസീൻ ബേസ്ഡ് എന്തായിരുന്നു, പ്യുവർ ബെൻസീൻ ബേസ്ഡ് ആയിട്ട് വരുന്ന ഏരിയ. അങ്ങനെയാണ് നമ്മളൊന്ന് കാറ്റഗറൈസ് ചെയ്ത് വെക്കുന്നത്, പ്യുവർ ബെൻസീൻ ബേസ്ഡ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇന്ന് ബെൻസീൻ വരും, അത് നെയിം റിയാക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും, അല്ലാതെ വരില്ല കേട്ടോ. ആ രീതിയിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. H2SO4 ആണ് കേട്ടോ. H2SO4 ഫ്രണ്ടിലേക്ക് നൂറ്റി വൈകിയത് അങ്ങനെ നന്നായിട്ട് പറയാം കേട്ടോ. ഓക്കെ, നമുക്കൊന്ന് ഉഷാറാക്കാൻ തരാം കേട്ടോ. ഓക്കെ, ഇവര് രാത്രി ഇരിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇവര് കേട്ടോ. ഓക്കെ, മടി മാറാൻ വേണ്ടിട്ട് കേട്ടോ. 9 മണി, എത്ര മണി? 9 കേട്ടോ. ഓക്കെ, 9 o'clock ആവുമ്പോ ഋതിക്ക് വന്നം ഇവിടെ വന്നേക്കണം. 3, 4 കേട്ടോ. 4 ടോക്കച്ച് ചെയ്യുന്ന ഒരാളെ എടുക്കണം വന്നേക്കണം കേട്ടോ. ആ സമയത്ത് എത്താൻ പറ്റൂല, കുഴപ്പമില്ല, പഠിച്ചേക്കണം. അടുത്ത ക്ലാസ്സിൽ ചോദിക്കും, കുഴപ്പമില്ല കേട്ടോ. ഓൺലൈനിൽ പറഞ്ഞു കേൾപ്പിക്കാൻ വേണ്ടിട്ടാ, ഇവിടെ വരാനല്ല. ഇവിടെ വരാനല്ല, ഓൺലൈനിൽ പറഞ്ഞു കേൾപ്പിക്കാനാണ് കേട്ടോ. ഓക്കെ, വേറെ ഏതെങ്കിലും ദിവസമായാലും പറഞ്ഞു കേൾപ്പിക്കേണ്ടി വരും കേട്ടോ. എല്ലാ നെയിം റിയാക്ഷൻസും പറഞ്ഞു കേൾപ്പിക്കേണ്ടി വരും കേട്ടോ. ഓക്കെ, നെയിം റിയാക്ഷൻസ്, ഇക്വേഷൻസ്, നെയിം റിയാക്ഷൻസ് പഠിക്കണം. പഠിച്ചിട്ട് തന്നെ പറഞ്ഞു കേൾപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ ഇരുത്തി പഠിപ്പിക്കും ആ സമയത്ത് കേട്ടോ. ഓക്കെ, കുറെ പ്രാവശ്യം പറയിപ്പിക്കും കേട്ടോ. അപ്പൊ ഞാൻ ഗ്രൂപ്പിൽ ലിങ്ക് ഇടും കേട്ടോ. അപ്പോ കയറിയേക്കണം കേട്ടോ. 4 പേര് മതി, ആദ്യം തുടക്കമല്ലേ, അപ്പൊ അതൊക്കെ അങ്ങ് പോവാം കേട്ടോ. ഒരു 15 മിനിറ്റ്സ് കൊണ്ട് ചോദിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്ന് തന്നെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ രീതിയിൽ. അല്ല, താൻ നെയിം റിയാക്ഷൻസും എല്ലാ ഇക്വേഷൻസും എന്നെ കേൾപ്പിക്കണം. ചോദിച്ചു വേറെ എന്താ നെയിം റിയാക്ഷൻസ് ഏതൊക്കെ ചാപ്റ്റർ ആണെന്നാ? ഓർഗാനിക് ഉണ്ടോ? ഇനി ഏതൊക്കെ ചാപ്റ്റർ ഒന്നുമില്ല കേട്ടോ. ബോർഡ് എക്സാം ആണ്. എത്ര ചാപ്റ്റർ ഉണ്ട് മൊത്തം? 10 ചാപ്റ്റർ അല്ലേ? അപ്പൊ അതിന് ഓർഡറിൽ തന്നെ കൊണ്ടുവരാം. കൺവേർഷൻ വരുന്ന സമയത്ത് ആദ്യത്തെ ചാപ്റ്ററുകളിലുള്ള റിയാക്ഷൻസുകൾക്ക് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്നിങ്ങനെ കണക്ഷൻ ചെയ്ത് എഴുതി വെച്ചൊരു ചാർട്ട് ഉണ്ട്. ആ ചാർട്ട് വീണ്ടും ഒന്ന് റീറൈറ്റ് ചെയ്യാണ്, ഓർമ്മ ഉണ്ടാവുമായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ആവണമെന്നില്ല, കറക്റ്റ് ഓർഡറിൽ ആ പൊസിഷൻ കിട്ടാൻ വേണ്ടി മാത്രമാണ് നമുക്ക് കൊണ്ടുവരുന്നത്. എന്ത് വരും? സീല് വരും അല്ലെ? ഡൗട്ട് ഉണ്ടോ? സീല് പോയിട്ട് ഓയിച്ച് വരണം. എന്ത് ചെയ്യണം? സീല് പോയിട്ട് ഓയിച്ച് ആവണം. അക്വസ് KOH ഓർ NaOH അല്ലെ? CH3CH2OH. Then ഫസ്റ്റ് പഠിച്ചത് 10th 11th ഉള്ള ഇക്വേഷൻ ആണ്. ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ ഏതായിടണ്ടേ? ഇതിന്റെ മെക്കാനിസം പഠിച്ചതാ. കോൺസെൻട്രേറ്റഡ് ആൻഡ് ടെമ്പറേച്ചർ 443 കെൽവിൻ. പെട്ടെന്ന് കിട്ടണം, ഇതുപോലെ അല്ല കേട്ടാ. കോൺസെൻട്രേറ്റഡ് H2SO4 ആൻഡ് 443
കെൽവിൻ കേട്ടോ, കെൽവിൻ. ദെൻ എന്താവും? HBr ചെയ്താ CH3 CH3 Br. ഇതിനെന്തായിരിക്കും? Br പോയി ഡബിൾ ബോണ്ട് വേണം. ആൽക്കോളിക് KOH ബീറ്റ എലിമിനേഷൻ. റൂൾ ഏതാ? സെയ്റ്റ് റൂൾ. റൂൾ എന്തായിരുന്നു? സെയ്റ്റ് റൂൾ. HBr പറയ് പെറോക്സൈഡ് അല്ലേ? അയ്യോ അതല്ല, മാറിപ്പോയി. ഞാൻ അടുത്ത സ്റ്റെപ്പ് ആലോചിച്ച് ആൽക്കഹോളിക് KOH. അടുത്ത HBr ആൻഡ് പെറോക്സൈഡ് കൊടുത്താൽ എന്ത് വരും? CH3 CH2 CH2 Br. Then again ഇത് OH ആക്കണമെങ്കിൽ എന്തായിരിക്കും? CH3 CH2 CH2 OH ആക്കണമെങ്കിൽ എന്തിടണം പറഞ്ഞു? അക്വസ് KOH. അക്വസ് KOH OH. Then next CH3 CH2 CHO ആക്കണമെങ്കിൽ എന്തായിരിക്കും? വെറുതെ റിഡക്ഷൻ പോരാ, സ്ട്രോങ് ആണോ മൈൽഡ് ആണോ? ഓക്സിഡേഷൻ ആണോ? PCC അല്ലേ? ഓർ CrO3 ഓർ കോപ്രാൻ 573. ദെൻ ഇതിനെ ഇതിലേക്ക് ആക്കണം, എന്തായിരിക്കും? ഓർ ക്ലെമൻസൺ റിഡക്ഷൻ കേട്ടോ. ഓക്കെ, ഞാൻ ക്ലെമൻസൺ എടുക്കുകയാണ് കുറച്ചും കൂടി എളുപ്പത്തിന്. എന്തായിരിക്കും? ZnHg സിങ്ക് അമാൽഗം ആൻഡ് HCl. ഒരു റൗണ്ട് ആണ് ആക്ച്വലി. ഇതില് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പൊസിഷൻ മാറ്റുക എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കാം, സെക്കൻഡറി ആൽക്കഹോൾ എത്തിയെന്ന് കരുതാം. സെക്കൻഡറി ആൽക്കഹോൾ അതിന് PCCO CrO3 ചെയ്താൽ എന്ത് കിട്ടും? എന്ത് കിട്ടും? കീറ്റോൺ. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഫ്രൂട്ട്സ് അല്ലെ? ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയായിരിക്കും? NaN ഡ്രൈ ചെയ്ത്. എന്ത് കിട്ടും? സെക്കൻഡറി ആൽക്കഹോൾ കേട്ടോ. CH3 CrO3 ചെയ്താൽ എന്ത് വരും? ഓർ PCC. എന്ത് കിട്ടും? ഏത് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. കാരണം എന്താ? CHOനെ ചെയ്യാനായിട്ട് COH ആണെങ്കിൽ മാത്രം ലിഥിയം അലുമിനിയം കൊടുത്താൽ മതി. കൊടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് NaBH4 കൊടുക്കാം. കുറച്ചും കൂടി ബെറ്റർ അതാണ്. NaBH4 കേട്ടോ. ഓക്കെ, NaBH4 തിരിച്ചതിലേക്ക് വരും.
എന്തിനിത് ഈ ഒരു ഫ്രെയിമിൽ ഇടുന്നു? റിയാക്ഷൻസുകൾ തമ്മിലുള്ള ഇന്റർ കണക്ഷൻ ബ്രെയിനിൽ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു പേജിൽ എല്ലാവരും എടുത്തിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യും. ഞാൻ ഇപ്പൊ ചോദിക്കും എനിക്ക് കിട്ടുന്നത് OH പോയിട്ട് Cl വന്നം അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടണം കേട്ടോ. ഓക്കെ, അവിടെ നിന്ന് അങ്ങനെ നമ്മൾ ഇതിനു മുമ്പ് അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് നേരെ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റൻസുകൾ തുടങ്ങാണ്. ഈ ടൈപ്പുകൾ നമ്മൾ നോക്കി ചെയ്ത് ക്ലിയർ ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, വേഗം നോക്ക്. എഴുതി കഴിഞ്ഞ ആൾക്കാരെ പ്രാക്ടീസ് ചെയ്യാം. ക്രിസ് റെഡി അല്ലേ? കുഴപ്പമില്ല. OH പോയിട്ട് എനിക്ക് ഡബിൾ ബോണ്ട് വേണം. ഇടുന്ന റിയേജന്റ് 443 Kelvin. Then OH പോയി Cl വന്നം. OH പോയി Cl വന്നം ഇതിലില്ല. ഇല്ല, OH പോയിട്ട് Cl വരാൻ എന്താ? ഞാൻ അത് ചോദിക്കാനെന്ന് കരുതിയിരിക്കായിരുന്നു. OH പോയിട്ട് Cl വന്നം SOCl2 കേട്ടോ. OH പോയിട്ട് Cl വരാൻ SOCl2 കേട്ടോ. ഓക്കെ, അതാ എളുപ്പമുള്ളതല്ലേ, അതുകൊണ്ട് പിന്നെ വിട്ട് കളഞ്ഞത്. OH പോയിട്ട് Cl അല്ലേ വരാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും? SOCl2. ഇവിടെ ചോദിച്ചോണ്ടിരുന്നേ. ദെൻ Cl മാറി OH തന്നെ aqueous KOH. Then next propene to propan 1 bromopropane. Propene to 1 bromopropane. HBr and peroxide. ഇത്രേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളത് നോക്കുക കേട്ടോ. ഇത് നമ്മുടെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ കൺവേർഷന്റെ പൊസിഷൻ ചേഞ്ചിങ് കൺവേർഷൻസ് കുറച്ച് ചോദിച്ചിട്ടുണ്ട്. ആ ടൈപ്പുകളിലാണ് ഇത് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആ ടൈപ്പുകൾ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ദെൻ ആ കൺവേർഷൻസ് വേം ചെയ്യുക. അങ്ങനെ ചെയ്ത് തീർത്ത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എഴുതിയല്ലോ. ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കണം കേട്ടോ. നിങ്ങൾ ഈ ചാർട്ടുകൾ റെഫർ ചെയ്ത് ഒരു കുഴപ്പമില്ല. കണ്ട് മൈൻഡിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. 10.19 കേട്ടോ. അതിലെ 20 ക്വസ്റ്റൻ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. പ്രൊപ്പീൻ ടു പ്രൊപ്പൻ 1 ഓൾ. വേഗം എഴുതിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രൊപ്പീൻ ടു പ്രൊപ്പൻ 1 ഓൾ. Propene to propan 1 all. Propene to propan 1 all. Propene to propan 1 all. എന്ത് ചെയ്യണം? വേഗം പറഞ്ഞേ. കേട്ടോ. Propene to propan 1 all. നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രൊപ്പീൻ ടു പ്രൊപ്പൻ 2 all ഉണ്ട് ഇവിടെ ഒറ്റ സ്റ്റെപ്പില്. അല്ലാതെ പ്രൊപ്പീൻ ടു പ്രൊപ്പൻ 1 all എന്ന് പറയുമ്പോ എന്തായിരിക്കും വരേണ്ടത്? പ്രൊപ്പീൻ ഉണ്ട്. പ്രൊപ്പീനില് HBr കൊടുത്താൽ കണ്ടോ, Br ഇവിടെയാണ് വരിക അല്ലെ. HBr ആൻഡ് പെറോക്സൈഡ് കൊടുത്താൽ എന്ത് വരും? കണ്ടോ, ഈ Br പോയിട്ട് OH വരാൻ ഉണ്ടോ. ഓക്കെ, ഇവിടെ നിന്ന് തൊട്ട് ഈ താഴത്തെ സ്റ്റെപ്പാണ് കണ്ടോ. ഓക്കെ, ഈ താഴത്തെ സ്റ്റെപ്പാ പ്രൊപ്പീൻ ടു പ്രൊപ്പൻ 1 all. പ്രൊപ്പീൻ ടു പ്രൊപ്പൻ 1 all. ഞാൻ പറയുന്നത് ഓരോ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇതെല്ലാം ഒരു വഴിയാണെന്ന് മനസ്സിലാക്കി തുടങ്ങും. അങ്ങനെ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ തിങ്ക് ചെയ്യുന്നത് ഈ വഴി കറക്റ്റ് ഓർഡറിലേക്ക് കൊണ്ടുവരും അല്ലെ. അങ്ങനെ ഓർഡറിലാക്കി കഴിഞ്ഞാൽ ക്ലിയർ ആവും കേട്ടോ. ഇപ്പൊ ചൈനയിലെ ഒരു സിറ്റി അമേരിക്ക പോയി നോക്കിയാൽ കഴിഞ്ഞാൽ കിട്ടുമോ? അങ്ങനെ ഓരോ രാജ്യത്തൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ ചൈനയിൽ ചെന്നിട്ട് കാര്യം ഉണ്ടാകും. അല്ല, ആദ്യം നമ്മൾ ലൊക്കേറ്റ് ചെയ്യേണ്ടത് ഏത് റീജിയൻ ആണ് ഈ ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു നേരത്തെ ചെയ്ത ടൈപ്പ് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഓരോ റീജിയണിലായിരിക്കും. ഇത് ഒരു റീജിയൻ ആണ്. അങ്ങനത്തെ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം എന്താണ് ഒരു സ്ഥലത്തുണ്ടാവും. പിന്നെ വരുന്ന ഇത് മാത്രമാണ് മൂന്നാമത്തെ ടൈപ്പ്. അതാണ് തുടങ്ങിയത്. അത് എവിടെ നിന്ന് വേണമെങ്കിലും വരാം. മനസ്സിലായോ? ഓർത്ത് നോക്കുക. ഇന്റർനാഷണൽ ക്രിമിനൽ പോലെയാണ്, പല സ്ഥലത്തായിട്ട് ഓടി കിടക്കുന്ന ആളാണ്. അപ്പൊ അതിന് മാത്രം അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ടൈപ്പാണ് ഈ ചാപ്റ്ററിൽ. അപ്പൊ ഈ ചാപ്റ്ററിൽ 90% ടൈപ്പും ഒരു 10% മാത്രമാണ് ആ ഡിഫിക്കൽട്ട് ലെവലിൽ കിടക്കുന്നത്. ആദ്യത്തെ ടൈപ്പ് ഞാൻ പറഞ്ഞു എന്താണ്, നെയിമിംഗ് ആണോ എന്ന് ഓർത്ത് നോക്കേണ്ടി വരും. നെയിമിംഗ് ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. നെയിമിങ്ങിന്റെ ടൈപ്പ് ആണോ. രണ്ടാമത്തത് പൊസിഷൻ മാറ്റുന്ന ടൈപ്പ് ആയിരിക്കും. അതാണ് ടെക്സ്റ്റ് ബുക്കില് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പൊ പ്രൊപ്പീൻ ടു പ്രൊപ്പൻ 1 all എല്ലാവരും എഴുതിയോ? എങ്ങനെ ചെയ്യണം? പ്രൊപ്പീനിലേക്ക് എന്താ കൊടുക്കണ്ടേ അല്ലെ? 1 all ആണ് HBr ആൻഡ് പെറോക്സൈഡ്. അപ്പൊ എന്ത് വരും? 1 ബ്രോമോ പ്രൊപ്പൈൻ. 1 ബ്രോമോ പ്രൊപ്പൈനിലേക്ക് Br മാറ്റാൻ വേണ്ടി aqueous KOH കേട്ടോ. ഇതിങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ആവാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ.
ഓക്കെ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് എത്തനോൾ ടു ബ്യൂട്ട് 1YNE ആണ്. അത് 11th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, എത്തനോൾ ടു ബ്യൂട്ട് 1YNE, എത്തനോൾ ടു ബ്യൂട്ട് 1YNE. അത് എവിടത്തെ ക്വസ്റ്റ്യൻ ആണ് വന്നേക്കുന്നത്? 11th. YNE എവിടെ പഠിച്ചിട്ടുള്ളൂ? YNE എവിടെ പഠിച്ചിട്ടുള്ളൂ? 11th കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. അപ്പൊ എത്തനോൾ ടു ബ്യൂട്ട് 1YNE. ആദ്യം എത്തനോൾ എഴുതാം, CH3CH2OH. എത്തനോൾ, അതിനെ ക്ലോറോ ഈഥേനാക്കുക. അത് മാത്രം ഇവിടെ ഉണ്ട്. എത്തനോളിനെ ക്ലോറോ ഈഥേനാക്കാൻ എന്താ? OH പോയിട്ട് സിയിൽ വരാൻ, OH പോയിട്ട് സിയിൽ വരാൻ SOCl2 കണ്ടോ? ഇതാണ് അല്ലെ OH പോയിട്ട് സിയിൽ വരാൻ ഇത് പ്രൊപ്പാണ് കേട്ടോ. എത്താണ് ക്വസ്റ്റ്യൻ. അപ്പൊ എത്തനോൾ എന്ന് പറയുമ്പോ CH3CH2OH. ഇത് SOCl2 ഇടുമ്പോ എന്തായി മാറും? CH3CH2Cl. ഇനി നിങ്ങൾക്ക് വരുന്നത് നമ്മൾ 11th ഒരു ടോപ്പിക്കിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. ഇതിന് ഈ പറയുന്ന ക്ലോറോ ഈഥീൻ എന്ന് പറയുന്നതിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ സോഡ അമൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട്. NaNH2 ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? സോഡ അമൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുന്നത് 11th ക്വസ്റ്റ്യൻ ആണ്. 11th YNE പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് 2 മെത്തേഡേ ഉള്ളൂ. അതിലൊരെണ്ണമാണ് സോഡ അമൈഡ് ഒക്കെ ഇടുമ്പോൾ. അങ്ങനെ ഇടുന്ന സമയത്ത് കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് ആണ് ഇതിലേക്ക് ഇടുന്നത് CH∼CNA കേട്ടോ. സോഡിയം എത്തനൈഡ് എന്നാണ് വരുന്നത്. സോഡിയം എത്തനൈഡ് ഇടുമ്പോ NaCl അങ്ങ് പോകും, -NaCl, എന്നിട്ട് അങ്ങ് ജോയിൻ ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോ ഇത് എവിടെയാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചേക്കുന്നത്? 11th ആണ്. CH3CH2C∼CH. നിങ്ങൾ ഡിസപ്പോയിന്റ്മെന്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലത്തെ 2-3 ക്വസ്റ്റ്യൻ ഉള്ളൂ വന്നേക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം ടൈപ്പിൽ ഇങ്ങനെ വന്നേക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് ഒബ്സർവ് ചെയ്യാം കേട്ടോ. ഇതുപോലെ തന്നെ പഠിച്ചു നോക്കാൻ നോക്കുക. CH∼CNA. അല്ല, 1 2 3 4 ബ്യൂട്ട് 1YNE ആണ് കേട്ടോ. ബ്യൂട്ട് 1YNE. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണം കേട്ടോ. അങ്ങനെ ചെയ്യാം, പക്ഷെ അപ്പൊ 2 സ്റ്റെപ്പ് വരും. അപ്പൊ ആദ്യം നമ്മള് ബ്യൂട്ടീൻ ഉണ്ടാക്കണം. ബ്യൂട്ടീൻ ആകും. എന്നിട്ട് Cl2 ഇട്ട് കൊടുക്കുമ്പോൾ വിസ്നൽ ഡൈഹാലൈഡ് കിട്ടും. വിസ്നൽ ഡൈഹാലൈഡ് കിട്ടിക്കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യാം. കാണിച്ചു തരാം. ഇത് കിട്ടിയില്ലേ? ഇതിനെ നമ്മള് ആൽക്കഹോളിക് വെച്ച് കൊടുക്കും. പക്ഷെ കുറെ സ്റ്റെപ്പ് വരും, അതുകൊണ്ടാണ് അങ്ങനെ വിട്ടത് തന്നെ കേട്ടോ. അപ്പൊ എന്ത് വരും? CH3CH2CH ഇതിലേക്ക് Br2 ഇട്ട് കൊടുക്കണം. Br2 and CCl4 ഇടാം. അപ്പൊ വിസ്നൽ ഡൈഹാലൈഡ്. ഇവിടെ Br വരും, ഇവിടെ Br വരും. നെക്സ്റ്റ് സ്റ്റെപ്പില് ഇതില് ആൽക്കഹോളിക് വെച്ച് തന്നെ കൊടുത്താലും മതി. കുറച്ചും കൂടി നല്ലത് അതിനോടൊപ്പം തന്നെ NaNH2, അതാണ് +2 എഴുതി വെച്ചേക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് മാത്രം എഴുതിയാലും മാർക്ക് കൊടുക്കാറുണ്ട് ടീച്ചേഴ്സ് കേട്ടോ. ഓക്കെ, ഇതും കൂടി ഇട്ടാ ബെസ്റ്റ് ആണ്. കാരണം 11th അത് അങ്ങനെ കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എഴുതാം ഒറ്റടിക്ക്. എന്ന് പറഞ്ഞാൽ ഒരു Br അല്ലേ ഇവിടെ നിന്ന് വെച്ച് കൊണ്ടുപോകും, ഈ Br ഈ അടുത്ത് നിന്ന് കൊണ്ടുപോകും കണ്ടോ. ഓക്കെ, അങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത്. ആൽക്കഹോളിക് വെച്ച് കൊടുത്താൽ എന്താ? ഡീഹൈഡ്രേഷൻ ആണ്. ഒരു Br-ഉം ഒരു H ആ പോകുന്നത്, അങ്ങനെ പോകും കേട്ടോ. ഓക്കെ, അതും റൈറ്റ് ആണ് കേട്ടോ. സ്റ്റെപ്പ് കൂടുന്നോണ്ടാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഓക്കെ, ആ ഏതായിരുന്നു മനസ്സിലായില്ല? CH3CH2 പ്രൊപ്പനോൾ. കണ്ടൻസേഷൻ ചെയ്താ ഇല്ലയോ? കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ അത് ഡീഹൈഡ്രേഷൻ ആണ്. അതാണ് ഇവിടെ നടക്കുന്നത്. കണ്ടൻസേഷൻ
അതും തമ്മിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. അവിടെ നടക്കുന്ന സമയത്ത് -62 എന്ന് കൊടുത്ത് ഹീറ്റ് അല്ലേ പോകുന്നത്. ഇതിന് വെറുതെ ഹീറ്റ് ചെയ്താൽ പോവില്ല, അങ്ങനെ പോകത്തില്ല. അവിടെ പോകാൻ കാരണം അവിടെ CH ഉണ്ട് അറ്റത്ത്, മനസ്സിലായി? CH വരുമ്പോ നമ്മൾ വെറുതെ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാല് പോകും. എനിക്ക് മനസ്സിലായി. ആൻഡ്രോയിഡ് കണ്ടൻസേഷനിൽ നമ്മൾ വെറുതെ ഒന്ന് ഹീറ്റ് കൊടുക്കുമ്പോൾ OH വെച്ചും കൂടി അങ്ങ് പോയിട്ട് ഡബിൾ ബോണ്ട് വരും. അതെന്തുകൊണ്ടാ? അറ്റത്ത് CH വരുന്ന സമയത്ത് അവിടെ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഒക്കെ മാറും, അതുകൊണ്ടാ കേട്ടോ. ഫിനോളിന് CrO3 വെച്ചിട്ട് CrO3 ഫിനോളിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് നടക്കൂല. എന്തുകൊണ്ടായിരിക്കും? എന്ത് ബെൻസീനിൽ വന്നാലും എന്തായിരിക്കും? റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരും OH-ന്. നിങ്ങൾ ചോദിച്ചത് ഓക്സിഡേഷൻ അല്ലേ ചോദിക്കുന്നത്? CrO3 അല്ലേ? ആൽക്കഹോളിന് ഓക്സിഡേഷൻ ചെയ്താൽ എന്ത് കിട്ടും? എന്തുപറ്റി? അയ്യോ, തിരിച്ചു വിളിച്ചു, ഇവിടെ നിന്ന് വിളിച്ചു, കുഴപ്പമൊന്നും അല്ലെങ്കിൽ പുറത്തുനിന്ന് വിളിച്ചു, എന്തായാലും കുഴപ്പമില്ല, കംഫർട്ടായിട്ട്. കേട്ടോ, ഒരു ഡൗട്ട് ചോദിച്ചു, വേറെ ഒന്നുമില്ല. മിഷേൽ ഡൗട്ട് ചോദിച്ചത് ഇതിനെ വേറെ രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന്. നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. അയാള് ചെയ്തത് റൈറ്റ് വേ ആണ്. ഇവിടെ എത്തി റൂട്ട്സ് റിയാക്ഷൻ ചെയ്തു. റൂട്ട്സ് ചെയ്യുമ്പോൾ എന്ത് വരും? ബ്യൂട്ടൈൻ ആവും. ബ്യൂട്ടൈൻ ആയി കഴിഞ്ഞിട്ട് അതിനെ ബ്യൂട്ടൈൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബ്യൂട്ടൈൻ ആണ്. ബ്യൂട്ടൈന് Cl2 ആൻഡ് യുവിലൈറ്റ് കൊടുത്താൽ എന്ത് കിട്ടും? ക്ലോറോ ബ്യൂട്ടൈൻ. ക്ലോറോ ബ്യൂട്ടൈന് ആൽക്കഹോളിക് വെച്ച് കൊടുത്താൽ എന്ത് വരും? ബ്യൂട്ടീൻ ആവും. ആൽക്കഹോളിക് വെച്ച് എന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? എലിമിനേഷൻ അല്ലെ? ബീറ്റ എലിമിനേഷൻ. അക്വസ് വെച്ച് കണ്ടോ? ഓക്കെ, അതാണ് അങ്ങനെ മാറരുത്. അതിന് വേണ്ടിയിട്ട് അത് ഒരുമിച്ച് എഴുതുന്നത് കേട്ടോ. ഓക്കെ, ആൽക്കഹോളിക് വെച്ചാൽ ആൽക്കീൻ ആവും, അക്വസ് ആണെങ്കിൽ OH വരും കണ്ടോ. ഓക്കെ, അത് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യനും ആണ്, നിങ്ങൾക്ക് അറിയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യാ? Br2 ആൻഡ് CCl4 ഇടണം. അപ്പൊ വിസിനൽ ഡൈഹാലൈഡ് ആവും. അത് കഴിഞ്ഞാൽ ആൽക്കഹോളിക് വെച്ചാൽ ആൽക്കഹോളിക് വെച്ചുകൊണ്ട് വീണ്ടും എലിമിനേഷൻ വരും, മനസ്സിലായോ? 2 HBr പോകും. ആൻഡ് സോഡാമൈഡ് NaNH2 അത്ര ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെയും കിട്ടും കേട്ടോ. ഓക്കെ, അതിനേക്കാൾ എളുപ്പമാണ് ഇത്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഗൈഡുകളിൽ ഇതിന്റെ പ്രിപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. ഗൈഡുകളിൽ അത് എഴുതണ്ട, എടുത്തെടുത്ത് പറയാം ഈ സംഭവം എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു. നമുക്ക് അങ്ങനെയില്ല, ഏത് റിയേജന്റ് വേണമെങ്കിലും അവിടെ ഇട്ട് കൊടുക്കാം. ആ റിയേജന്റ് പോയിട്ട് നമ്മൾ നോക്കേണ്ട ആവശ്യം നമുക്കില്ല കേട്ടോ. ഓക്കെ, നമ്മുടെ അടുത്ത് കൺവേർഷൻ ആണ് പറഞ്ഞേക്കുന്നത്. കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് അതിലേക്ക് ഉണ്ടാക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ നിന്ന് അതിലേക്ക് ഉണ്ടാക്കണമെന്നേ പറഞ്ഞുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അതുപോലെ ഓർത്തു നോക്കുക. ഇയാളുടെ അടുത്ത് ചിക്കൻ കറി വെക്കാൻ പറഞ്ഞു. ഇയാള് ചിക്കനെ ചെറുപ്പത്തിലെ വളർത്തി വലുതാക്കി അതിനെ എന്നിട്ട് കൈകൊണ്ട് ഫുഡ് കൊടുത്തു, എന്നിട്ട് കൊന്നു. അത് കഴിഞ്ഞിട്ട് ചിക്കൻ മസാലയൊക്കെ ഉണ്ടാക്കി, അങ്ങനെ ഉണ്ടാക്കിയെന്ന് കരുതാം. ഇയാൾ എന്ത് ചെയ്തു? ഇൻസ്റ്റന്റ് ആയിട്ട് അല്ലെ മുറിച്ച് വാങ്ങിച്ചു കൊണ്ടുവരുന്നു അല്ലെ, ഇൻസ്റ്റന്റ് ചിക്കൻ കറി എന്ന് പറഞ്ഞിട്ടുണ്ടാക്കി. രണ്ടുപേരും ചിക്കൻ കറി ഉണ്ടാക്കി അല്ലെ. അല്ല, മനസ്സിലായി? ഇയാൾ കുറെ കൂടി ബെറ്റർ ആണ്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്താണ് അല്ലെ, ഒരു ഹോട്ടലിൽ പോയിട്ട് ചിക്കൻ കറി എന്ന് പറയുമ്പോ ഇങ്ങനെ ഉണ്ടാക്കി എന്ന് വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെയാണ്. അപ്പോ രണ്ടും റൈറ്റ് ആണ്. നിങ്ങൾ കഷ്ടപ്പെടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താണ്, നിങ്ങൾക്ക് വരുന്ന റൈറ്റ് വേയിൽ പെട്ടെന്ന് എത്തിക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വേഗം പോണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1 bromopropane to 2 bromopropane. തേർഡ് ക്വസ്റ്റ്യൻ 10.19 കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ ഇടണം, നമുക്ക് എല്ലാ ക്വസ്റ്റ്യനിലേക്ക് എത്തണം. 1 bromopropane to 2 bromopropane. 1 bromopropane to 2 bromopropane. 1 bromopropane to 2 bromopropane. ഇവിടെ പൊസിഷൻ മാറുന്നു അല്ലെ. 1 bromopropane to 2 bromopropane. ആദ്യം ആ ബ്രോമിനെ എലിമിനേറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? Br മാറ്റിക്കളയാൻ. ഏത് ഇക്വേഷനാ പറയേ? ആൽക്കഹോളിക് KOH. ഇതിൽ നോക്ക് കേട്ടോ. കണ്ടോ, ആൽക്കഹോളിക് KOH കൊടുത്തുകൊണ്ട് ആൽക്കീൻ കിട്ടി. ബ്രോമിൻ 1 ബ്രോമോനെ അല്ലെ 2 ബ്രോമോയിലേക്ക് വരണം. അപ്പൊ ആദ്യം ആ 1 ബ്രോമിനെ മാറ്റണ്ടേ? അങ്ങനെ ചെയ്യണ്ടേ? അപ്പൊ എന്ത് കിട്ടി അല്ലെ? ആൽക്കീൻ കിട്ടിയില്ലേ? പ്രൊപ്പീൻ കിട്ടി. പ്രൊപ്പീനില് 1 bromopropane ആണ് അല്ലെ. 2 bromopropane ആക്കാൻ എന്ത് ചെയ്യണം? HBr. അത്രേ ഉള്ളൂ. കണ്ടോ, HBr ഇട്ട് കഴിഞ്ഞാൽ ഇത് കണ്ടോ, HBr ഇട്ടാ എന്ത് കിട്ടും? 2 bromopropane. ഇനി തിരിച്ചു ക്വസ്റ്റ്യൻ ഉണ്ട് ഇതില് തന്നെ. ഇതിൽ തന്നെ തിരിച്ചു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 16th ക്വസ്റ്റ്യനില് 2 bromopropane to 1 bromopropane. അതും കൂടി എഴുതി വെച്ചു. KOH എല്ലാത്തിനും അതായിരിക്കും. കാരണം എന്താ? എലിമിനേറ്റ് ചെയ്യാം. HBr കൊടുക്കുന്നു.
അപ്പൊ എന്ത് കിട്ടി? 2 ബ്രോമോ പ്രൊപ്പീൻ കിട്ടി അല്ലെ കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ പറയാം കേട്ടോ. 1 ബ്രോമോ പ്രൊപ്പീൻ നമ്മൾ എന്ത് ചെയ്തു? ആൽക്കഹോളിക് KOH. അപ്പൊ എന്ത് കിട്ടി? പ്രൊപ്പീൻ. പിന്നെ എന്ത് കൊടുക്കണം? HBr. അപ്പൊ എന്ത് കിട്ടും? 2 ബ്രോമോ പ്രൊപ്പീൻ കിട്ടും. തിരിച്ച് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻ ആണ് 2 ബ്രോമോ പ്രൊപ്പീൻ ടു 1 ബ്രോമോ പ്രൊപ്പീൻ. എന്ത് ചെയ്യണം? അടുത്ത ക്വസ്റ്റൻ എഴുതിക്കോ കേട്ടോ. നമ്പർ കൂട്ടിക്കോ. നമ്മളിങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്പർ ഇങ്ങനെ കൂട്ടണം. 2 ബ്രോമോ പ്രൊപ്പീൻ ടു 1 ബ്രോമോ പ്രൊപ്പീൻ. എന്ത് ചെയ്യണം? അതിന് ഇത് തന്നെയാണ് ആൽക്കഹോളിക് KOH കൊടുത്ത് എന്ത് ചെയ്യണം? കണ്ടോ? അപ്പൊ ഓർത്തു വെക്കാം, നമ്മൾ പൊസിഷൻ മാറ്റുന്ന ടൈപ്പാണ് ചെയ്തുകൊണ്ടിരിക്കണേ കേട്ടോ. പൊസിഷൻ മാറ്റുന്ന എഴുതിയോ? 2 ബ്രോമോ പ്രൊപ്പൈൻ, അതിലേക്ക് ആൽക്കഹോളിക് KOH ഇടാം. അപ്പൊ എന്ത് വരും? പ്രൊപ്പീൻ. ആ പ്രൊപ്പീനിലേക്ക് എന്ത് ഇടണം? HBr ആൻഡ് പെറോക്സൈഡ്. HBr ആൻഡ് പെറോക്സൈഡ്. HBr ആൻഡ് പെറോക്സൈഡ്. HBr ഒക്കെ വലിയതായിട്ട് വരച്ചേക്കണം. ശരിയാക്കി തരാട്ടെ. CH2Br. CH2Br CH2Br കണ്ടോ? ഇതാണ് എന്താ? 1 ബ്രോമോ പ്രൊപ്പൈൻ അല്ലെ. അതിലേക്ക് എന്ത് ഇടണം? ആൽക്കഹോളിക് KOH. ചെയ്യ് നല്ല വെച്ചാൽ അപ്പൊ പ്രൊപ്പീൻ ആകും. CH3 CH ഇല്ല, CH2 ഉണ്ടാവില്ല. 11 CH2. ഓക്കെ, അതിലേക്ക് എന്തിടണം? HBr കണ്ടോ? അപ്പൊ മിഡിലേക്ക് വരും കണ്ടോ? ഓക്കെ. പ്രൊപ്പൻ 1-ol കൺവേർട്ട് ടു പ്രൊപ്പൻ 2-ol. പ്രൊപ്പൻ 1-ol എഴുതാം. പ്രൊപ്പൻ 1-ol കൺവേർട്ട് ടു പ്രൊപ്പൻ 2-ol. പ്രൊപ്പൻ 1-ol കൺവേർട്ട് ടു പ്രൊപ്പൻ 2-ol. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻ അല്ല, കുറച്ച് അങ്ങനെ ചെയ്യട്ടെ. ആ ടൈപ്പ് അങ്ങനെ ആ ടൈപ്പിൽ മാസ്റ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് ചെയ്യും നിങ്ങള്? പ്രൊപ്പൻ 1-ol കൺവേർട്ട് ടു പ്രൊപ്പൻ 2-ol. കോൺസെൻട്രേറ്റഡ് H2SO4 443. പ്രൊപ്പൻ 1-ol കണ്ടോ? ഈ 1-ol 2-ol ആക്കണ്ടേ? ആദ്യം 1-ol OH തട്ടിക്കളയണം. OH മാറ്റുന്ന റിയാക്ഷൻ എന്താണ്? അതാണ് ഇതിൽ നോക്കേണ്ടത്. നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ OH മാറ്റുന്ന റിയാക്ഷൻ ഏതാണ്? OH കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്ന എവിടെയാണ്? അതേ നോക്കിയേ, ഇത് കണ്ടോ? ഇവിടെ ഉണ്ട് അല്ലെ? ഒരു സ്ഥലത്തെ പറയുള്ളൂ. ആ OH മാറ്റി എന്താക്കണം? പ്രൊപ്പീൻ ആക്കി. ഇതാണ് പ്രൊപ്പൻ 1-ol. പ്രൊപ്പൻ 2-olലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? Br വരെ എത്തണം അല്ലെ? Br മാറ്റി OH ആക്കാനായിട്ട് എന്താണ്? ഇവിടം വരെ എത്തണം. എന്താണ്? കണ്ടോ? ഏതാ? വാട്ടർ ആഡ് ചെയ്താലും മതി. കണ്ടോ? പ്രൊപ്പീനിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ടർ ആഡ് ചെയ്താൽ പ്രൊപ്പൻ 2-ol കിട്ടും. കണ്ടോ? ഇത് പ്രൊപ്പീൻ. പ്രൊപ്പീൻ കണ്ടോ? പ്രൊപ്പീനും സെയിം അല്ലേ? കണ്ടോ? പ്രൊപ്പീനിൽ വാട്ടർ ആഡ് ചെയ്ത് എന്ത് കിട്ടും? സെക്കൻഡറി ആൽക്കഹോൾ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? പ്രൊപ്പീനിൽ HBr കൊടുത്തു. Br മാറ്റി OH ആക്കാൻ ആൽക്കഹോളിക് KOH ആണോ? അക്വസ് KOH കണ്ടോ? Br മാറ്റി OH ആക്കാൻ അക്വസ് KOH കേട്ടോ? ഓക്കെ. OH മാറി ഡബിൾ ബോണ്ട് ആക്കാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ? ഓക്കെ. അപ്പൊ നമ്മൾ പഠിക്കുന്നതാണ്. അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ആയിട്ട് എന്റെ അടുത്ത് പറയാൻ പറഞ്ഞോ എളുപ്പമാണ്, അപ്പൊ തന്നെ പറയും. പക്ഷെ അങ്ങനെയല്ല. Br പോയിട്ട് OH വരാൻ. അപ്പൊ നമ്മൾ എന്താന്ന് ആലോചിക്കാം. അങ്ങനെ Br പോയി OH ആവാൻ അക്വസ് KOH കണ്ടോ? Br പോയിട്ട് OH ആവാൻ അക്വസ് KOH ആണല്ലേ? Br പോയി ഡബിൾ ബോണ്ട് വരാൻ ആൽക്കഹോളിക് KOH കണ്ടോ? ഓക്കെ. ആ രണ്ടെണ്ണം തന്നെ അങ്ങോട്ട് മൈൻഡ് ടെസ്റ്റ് ആവുന്നുണ്ടോ? ആണ് ഭംഗി. അതാണ് അതിന്റെ ബ്യൂട്ടി കേട്ടോ. അപ്പൊ അത് ഇങ്ങനെ നോക്കി പ്രാക്ടീസ് ചെയ്യാം കേട്ടോ? ഓക്കെ, കിട്ടിയോ? ദെൻ നെക്സ്റ്റ് അടുത്തത് തനിയെ ചെയ്യണം. ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് ചെക്ക് ചെയ്യും. വെറൈറ്റി ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് ചെയ്തു നോക്കാം. പ്രൊപ്പനാൽ കൺവേർട്ട് ടു പ്രൊപ്പനോൺ. പ്രൊപ്പനാൽ കൺവേർട്ട് ടു പ്രൊപ്പനോൺ. ഞാൻ പറഞ്ഞു ഇത് പൊസിഷൻ മാറി കളിക്കുന്നതാണ്. പ്രൊപ്പനാൽ കൺവേർട്ട് ടു പ്രൊപ്പനോൺ. പ്രൊപ്പനാൽ കൺവേർട്ട് ടു പ്രൊപ്പനോൺ. പ്രൊപ്പനാൽ കൺവേർട്ട് ടു പ്രൊപ്പനോൺ. പ്രൊപ്പനാൽ എന്ന് പറഞ്ഞാൽ എന്താ? CH3 CH2 CHO. CH3 CH2 CHO. പ്രൊപ്പനാൽ കൺവേർട്ട് ടു പ്രൊപ്പനോൺ. രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. ഒന്ന്, പ്രൊപ്പനോൺ ആവാൻ ഇതിൽ എവിടെയാണ് പിടിക്കേണ്ടത്? നിങ്ങൾ ശ്രദ്ധിച്ചറിയാം.
പ്രൊപ്പനോൺ ദേ ഇവിടെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. സെക്കൻഡറി ആൽക്കഹോളിലേക്ക് എത്തണം, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ആദ്യം ആൽഡിഹൈഡിനെ എന്താക്കണം? ആൽഡിഹൈഡിനെ എന്താക്കണം? നേരെ തിരിച്ചു വന്ന പ്രൊപ്പൻ 1-ol. പ്രൊപ്പൻ 1-olനെ പ്രൊപ്പൻ 2-ol. അതിപ്പോ ചെയ്യിപ്പിച്ചല്ലേ? പ്രൊപ്പൻ 2-olന CrO3 ചെയ്ത പ്രൊപ്പനോൺ ആവും. ഇൻഡിവിജ്വലി ചെയ്ത് കഴിയുമ്പോൾ കാണിച്ചു തന്നെ കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒഴുക്കിൽ പോകും. പ്രൊപ്പനാൽ CH3CH2CHO. ഈ OH പോസിറ്റീവ് മാറി ഇപ്പുറത്തോട്ടാക്കാനായിട്ട് എന്തായാലും പ്രൊപ്പീനാക്കണം. അച്ഛന്ത് കാണിച്ചു കേട്ടോ. വെരി ഗുഡ്. ഐഡിയ കിട്ടിയില്ലേ? ചെയ്താ മെത്തേഡ് മനസ്സിലായോ? ആദ്യം അത് പ്രൊപ്പൻ ആലാണ്. ആലിന് എന്താക്കണം? പ്രൊപ്പനോൾ ആക്കണം. നോക്കിയൊക്കെ ചെയ്താൽ മതി. അപ്പൊ എന്തായിരിക്കും? ഉണ്ടോ എവിടെ? പ്രൊപ്പൻ ആൽ എവിടെയാ അതിനകത്ത്? ആൽഡിഹൈഡ് എവിടെ? ഇങ്ങനെ ഒന്ന് നോക്കി. അതിന്റെ താഴേക്ക് നോക്കി. മുകളിലോട്ടും താഴെ ഇട്ടിട്ടാക്കുന്നുണ്ടോ? അപ്പൊ എന്താക്കും? NaBH4 കൊടുത്താൽ എന്ത് കിട്ടും? പ്രൊപ്പൻ 1-ol കിട്ടും. പ്രൊപ്പൻ 1-olനെ പ്രൊപ്പൻ 2-ol ആക്കുന്ന എന്തായിരിക്കും? H2SO. അപ്പൊ പ്രൊപ്പീനായി. പ്രൊപ്പീനിലേക്ക് നമുക്ക് എന്ത് കൊടുക്കാം? H2. പ്രൊപ്പീൻ ഇതുണ്ടോ? H2. പിന്നെ ആ വഴിയാ ഉണ്ടോ? പ്രൊപ്പീൻ എത്തിക്കഴിഞ്ഞാൽ അവിടെ കിട്ടും. PCC എത്തി. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നല്ലേ ഇങ്ങനെ വന്നേക്കുന്നത്? ഓക്കെ ഓക്കെ റൈറ്റ്. ഓക്കെ ആണോ? മെത്തേഡ് ഓക്കെ ആണ്? ചെയ്ത് നോക്കട്ടെ. ഇവിടം വരെ റൈറ്റാ. ഇനി എന്താ ചെയ്യണ്ടേ? ആൽക്കഹോളിനെ ആൽക്കീൻ ആക്കണം. ആൽക്കഹോളിനെ ആക്കാനായിട്ട് എന്താ ചെയ്യണ്ടേ? OH പോയിട്ട് ഡബിൾ ബോണ്ട് തന്നെ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. OH പോയിട്ട് ഡബിൾ ബോണ്ട് വരാൻ എവിടെയാണ് എഴുതിയേക്കണെന്ന് നോക്കിയിട്ട് പറ. ഇതുപോലെ ബ്രെയിൻ ആലോചിക്കും. കിട്ടിയില്ലെങ്കിൽ ഓർഡറിൽ ആലോചിച്ച് പോണം. ആദ്യം മുതൽ ആലോചിക്കാം. കിട്ടിയല്ലോ കണ്ട. ഓക്കെ, ഇവിടെ ഉണ്ടെന്ന് കരുതിയിട്ട് മൈൻഡ് എങ്ങനെ ആലോചിക്കണേ? എപ്പോഴെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഓർഡറിൽ തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാ പറയണേ. അപ്പൊ എന്ത് ചെയ്യണം? കോൺസെൻട്രേറ്റ് H2SO കൊടുത്താൽ പ്രൊപ്പീൻ ആയില്ലേ? പ്രൊപ്പീൻ എന്ന് പറഞ്ഞാൽ ആ താഴത്തെ പ്രൊപ്പീനും അതും സെയിം അല്ലേ? കണ്ട ഏറ്റവും താഴെ വന്നേക്കുന്ന പ്രൊപ്പീൻ. ആ പ്രൊപ്പീനിൽ H2 കൊടുത്താൽ പ്രൊപ്പൻ 2-ol ആയി. പ്രൊപ്പൻ 2-olന് CrO3 PCC കൊടുത്താൽ പ്രൊപ്പനോൺ ആയി. കിട്ടിയാ? ഇത്രയും ഓടണ്ടായിരുന്നു. ഇത് കണ്ട, ഇത് ഫ്രണ്ടിലേക്ക് പോയി, അങ്ങനെ പോയി. അത് വേണ്ട, നേരെ തിരിച്ച് വേണ്ട, താഴേക്ക് ഉണ്ട്. NaBH4 കൊടുത്താൽ പ്രൊപ്പൻ ഓളാകും. പ്രൊപ്പനോളിന ഇത് കണ്ടോ? പ്രൊപ്പനോൾ എല്ലായിടത്തും ഉണ്ട്. എവിടെയൊക്കെ OH വന്നിട്ട് നോക്കാം. അത് കോൺസെൻട്രേറ്റ് H2SO കൊടുത്താൽ എന്ത് കിട്ടും? പ്രൊപ്പീൻ ആകും ഇല്ലേ? പ്രൊപ്പീനും ആ താഴത്തെ പ്രൊപ്പീനും സെയിം അല്ലേ? കണ്ടോ? പ്രൊപ്പീനിൽ വാട്ടർ ആഡ് ചെയ്ത് എന്ത് കിട്ടും? പ്രൊപ്പൻ 2-ol. പ്രൊപ്പൻ 2-olന CrO3 and PCC കൊടുത്താൽ എന്ത് കിട്ടും? കേട്ടോ? അതെ, ചെയ്താ മനസ്സിലായോ? ഓക്കെ ആണോ? ഞാൻ ഞെട്ടിപ്പോയി. എന്നെക്കാളും വലിയ ഇത് പ്രൊപ്പീൻ അല്ലേ? പ്രൊപ്പീനിൽ H2 and H+ കൊടുത്താൽ എന്ത് കിട്ടും? പ്രൊപ്പൻ 2-ol ആകും. പ്രൊപ്പൻ 2-olന കിട്ടിയ? ഇവിടെ കിട്ടിയ? പ്രൊപ്പൻ 1-ol. ഇനി അല്ലല്ല, CrO3 and PCC കൊടുത്ത വീണ്ടും പ്രൊപ്പനാൽ തന്നെയല്ലേ ആവുക? ഇനി പ്രൊപ്പീൻ ആക്കണം. ചെയ്ത് ശരിയായിരുന്നു. അത് തന്നെ. അപ്പൊ ഇല്ല, ആൽക്കീനായി. ആൽക്കീനായില്ലേ? ഇനി നോക്കി ഏറ്റവും താഴത്ത് ആൽക്കീനിന്ന് സെക്കൻഡറി ആൽക്കഹോൾ.
സെക്കൻഡറി ആൽക്കഹോളിൽ നിന്ന് കീറ്റോൺ. കിട്ടിയില്ലേ? കുഴപ്പമില്ല. ഓക്കെ അല്ലേ? കിട്ടിയോ മോനെ? ഓക്കെ. മെത്തേഡ് ഓക്കെയാ? ഇവിടെ കിട്ടിയല്ലോ, സൂപ്പർ ആയിട്ടുണ്ടല്ലോ. ഗുഡ്. ആ വെള്ളം കുടിച്ചിട്ട് കേട്ടോ, കുടിച്ചിട്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ആവുള്ളൂ കേട്ടോ. ഓക്കെ. ആദ്യം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഓരോ സ്റ്റെപ്പും പഠിക്കാൻ എളുപ്പമാണ്. അങ്ങനെ പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല. റിയാക്ഷൻസ് ഒരുമിച്ച് ഒരേ ത്രെഡിൽ ഫുൾ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ എത്തുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, ചെയ്ത് പഠിക്കണം. അല്ലാതെ ഈ മാപ്പ് ഒരു കൊച്ചു പറയണം ഞാനിത് മുഴുവനും വരച്ചാൻ പഠിച്ചു, ഒരു കാര്യമില്ല. റൈറ്റ് ടൈമിൽ ഓർമ്മ വരണമെങ്കിൽ അവിടെ ഇട്ട് പ്രാക്ടീസ് ചെയ്യണം. ഗെയിം ചെയ്യണ പോലെയാ ചെയ്യാൻ പറ്റൂ. അപ്പൊ ഞാൻ നല്ല ഒരു ക്രിക്കറ്ററാണ്. പഠിക്കും, പഠിക്ക അല്ല, പ്രാക്ടീസ് ചെയ്യണം എന്ന്. ഇപ്പൊ ഞാൻ ക്രിക്കറ്റില് തന്നെ ബാറ്റ് പിടിക്കുന്ന സമയത്ത് 70 ഡിഗ്രിയിൽ ബാറ്റ് വീശണം എന്ന് പറഞ്ഞു എന്ന് കരുതി 70 ഡിഗ്രി ഒക്കെ നോക്കി ആണോ ബോള് വന്നത് വീശണത്? എക്സാം കഴിഞ്ഞു പോകും. അപ്പോ ഈ റിയാക്ഷൻസ് ഒക്കെ വളരെ സ്ലോയിലാണ് വന്നെങ്കിൽ വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അതിനെന്ത് ചെയ്യണം? 70 ഡിഗ്രി ഒന്നുമല്ല, ആദ്യം എന്ത് ചെയ്യണം? ഇറങ്ങി ബാറ്റ് ചെയ്യണം അല്ലെ? അത് കഴിഞ്ഞിട്ട് ആംഗിളൊക്കെ പറഞ്ഞു തരും. അതുപോലെ ഇത് എന്താണ് ആക്ച്വലി ഗ്രൗണ്ടിലേക്ക് ഇറക്കണതാ. ഇത് നോക്കിയൊക്കെ അല്ലേ ചെയ്യിപ്പിച്ചേ? എക്സാമിന് നോക്കാൻ പറ്റുമോ? പക്ഷെ അങ്ങനെ ചെയ്ത് വരുമ്പോ ബ്രെയിൻ എന്ത് ചെയ്യും? വർക്ക് ചെയ്യും അല്ലേ? അല്ലാതെ എഴുതിയാണോ ഡ്രൈവിംഗ് പഠിക്കണേ? 5-10 പ്രാവശ്യം എഴുതിയിട്ട് പഠിക്കാൻ പറ്റുമോ? ഗിയർ ഇട്ട്, ക്ലച്ച് ഇട്ട്, ഇതിട്ട് അല്ലെ? ആദ്യമായിട്ടൊക്കെ പോകുമ്പോ ആ രസമാണല്ലേ? ഇതൊക്കെ നോക്കി വരുമ്പോഴേക്കും വണ്ടി പോകുന്നു അല്ലെ? അങ്ങനെയല്ല, സ്പോണ്ടേനിയസ് വരില്ലേ? അതുപോലെ വരണം കേട്ടോ. അപ്പൊ അത് ആയിക്കോളും. അടുത്ത ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യുവാണ്. ടോളുവിൻ ടു ബെൻസൈൽ ആൽക്കഹോൾ. ടോളുവിൻ ടു ബെൻസൈൽ ആൽക്കഹോൾ. ടോളുവിൻ ടു ബെൻസൈൽ ആൽക്കഹോൾ. ടോളുവിൻ ടു ബെൻസൈൽ ആൽക്കഹോൾ. ഇത് 1 കാർബൺ ഇൻക്രീസ് ചെയ്യുന്നതിന് എന്ത് വേണം എന്നാ പഠിപ്പിച്ചേക്കുന്നത്? 1 കാർബൺ ഇൻക്രീസ് ചെയ്യണം, ഒരു ക്വസ്റ്റ്യൻ ആണത്. അതിന് എന്ത് വേണം എന്നാ പഠിപ്പിച്ചേക്കുന്നത്? KCN. എന്ത് വേണം? KCN. എന്ത് വേണം? KCN. ക്ലോറിൻ ഒരു സ്റ്റെപ്പ് ആണ് ഓർത്ത് വെക്കേണ്ടത്. ക്ലോറിൻ എവിടെ വരുന്നു അല്ലെങ്കിൽ ബ്രോമിൻ എവിടെ വരുന്നു അതിലേക്ക് KCN ഓർ NaCN ഇട്ടാൽ എന്ത് ചെയ്യും? 1 കാർബൺ കൂടും. അല്ലാതെ കൂടുന്നതിന് കുറെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട് അല്ലെ? 1 കാർബൺ ഉള്ള ഒരു ചാർട്ടൊക്കെ ഉണ്ട്. ഇവിടെ എവിടെയൊക്കെ സീൽ വരുന്നു, എവിടെയൊക്കെ BR വരുന്നു, അവിടെ നിന്ന് ഒരു കാർബൺ കൂട്ടാൻ പറ്റും. എന്ത് ചെയ്യണം? KCN ഇടാം. ഓക്കെ. ഇനി സയനൈഡിലേക്ക് റിഡക്ഷൻ ചെയ്താൽ എന്ത് കിട്ടും? അമീന്റെ ചാപ്റ്ററില് അമീൻസിന്റെ പ്രിപ്പറേഷനില് എത്രാമത്തെ ഹെഡിങ്? 3ാമത്തെ ഹെഡിങ് എന്തായിരുന്നു? സയനൈഡിന് റിഡക്ഷൻ ചെയ്താൽ എന്ത് കിട്ടും? അമീൻ കിട്ടും. സയനൈഡിലേക്ക് വാട്ടർ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? കാർബോക്സിലിക് ആസിഡ്. ഈ രണ്ടെണ്ണമാണ് നമുക്ക് അതിലുള്ള വഴിയായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ. അപ്പോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ടോളുവിൻ ടു ബെൻസൈൽ ആൽക്കഹോൾ കേട്ടോ. ടോളുവിൻ ടു ബെൻസൈൽ ആൽക്കഹോൾ ഏതാ? ബെൻസൈൽ ആൽക്കഹോൾ. ഓച്ചാടി ഇല്ല. ടോളുവിൻ ടു ബെൻസൈൽ ആൽക്കഹോൾ ആണ്. മതി. ടോളുവിൻ ടു ബെൻസൈൽ ആൽക്കഹോൾ കേട്ടോ. ഓക്കെ. ഇത് ഡയറക്റ്റ് ആണ്. അപ്പൊ എന്തായിരിക്കും ഒന്ന് പറഞ്ഞേ? ഇതാണ് ടോളുവിൻ. ഇതാണ് ടോളുവിൻ. ടോളുവിനില് H പോയി Cl മാറ്റാൻ എന്തായിരിക്കും? H പോയിട്ട് Cl വന്നം എന്തായിരിക്കും? Cl2 and UV ലൈറ്റ് അല്ലെ? Cl2 and UV ലൈറ്റ് അടിച്ച് ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ CH2Cl കേട്ടോ. ഓക്കെ. CH2Cl. ഇനി ബെൻസൈൽ ആൽക്കഹോൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. 1 കാർബൺ കൂട്ടൊന്നും വേണ്ട, അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഈ Cl പോയിട്ട് OH വരാൻ എന്തായിരിക്കും? അക്വസ് KOH. അത്രേ ഉള്ളൂ കേട്ടോ. അക്വസ് KOH ഇടാ, Cl പോയിട്ട് OH ഇടാ. അക്വസ് KOH ഇടാ, Cl പോയിട്ട് അവിടെ എന്ത് വരും? OH വരും. Cl പോയിട്ട് അവിടെ OH വരും. Cl മാറി അവിടെ OH ഇടാം.
അടുത്ത ക്വസ്റ്റ്യൻ ബെൻസീൻ ടു 4-ബ്രോമോ നൈട്രോബെൻസീൻ. ബെൻസീൻ ടു 4-ബ്രോമോ നൈട്രോബെൻസീൻ. ബെൻസീൻ ടു 4-ബ്രോമോ നൈട്രോബെൻസീൻ. ഏറ്റവും എളുപ്പമായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നേ. ബെൻസീൻ ടു 4-ബ്രോമോ നൈട്രോബെൻസീൻ. 4-ബ്രോമോ നൈട്രോബെൻസീൻ. നിങ്ങൾ പഠിച്ചേക്കുന്നതില് ആദ്യത്തെ ചാപ്റ്റർ പേരെന്താ? ഹാലോ ആൽക്കെയിൻ. ആദ്യത്തെ ചാപ്റ്റർ എന്താ? ഹാലോ ആൽക്കെയിൻ. സെക്കൻഡ് ചാപ്റ്റർ എന്താ? ആൽക്കഹോൾ, ഫിനോൾ, ഈതർ. തേർഡ് ചാപ്റ്ററിന്റെ പേര് ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്. ഫോർത്ത് ചാപ്റ്റർ അമീൻസ്. ഇതിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ 4 ചാപ്റ്ററിൽ ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ് ആ ഒരു ചാപ്റ്ററിൽ മാത്രമാണ് ബെൻസീന്റെ ഇങ്ങനെ മുകളിൽ CHO, COH, COCH3 ഇവരൊക്കെ വന്നാൽ അത് മെറ്റാ ഡയറക്റ്റിംഗ്. ബാക്കി 3 ചാപ്റ്റേഴ്സും ജനറലി എന്താണ്? ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റീവ്. ജനറലി ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റീവ്. ഇനി ഈ തേർഡ് ചാപ്റ്റർ ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡിന്റെ ഒപ്പം തന്നെ നൈട്രോ കോമ്പൗണ്ട് കൂടി കൊടുക്കുക. അതും മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. അപ്പൊ ആരൊക്കെയാണ് മെറ്റാ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞേ? CHO, COCH3, പിന്നെന്താ? COOH, NO2. ഇത്രയും ഗ്രൂപ്പുകൾ എന്ത് ഡയറക്റ്റീവാ? മെറ്റാ ഡയറക്റ്റിംഗ്. ഇത്രയും ഗ്രൂപ്പുകൾ എന്തായിരുന്നു? മെറ്റാ ഡയറക്റ്റിംഗ്. ബാക്കിയുള്ള എല്ലാം എന്തായിരിക്കും? ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ്. ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ്. ജനറലി ഇത്രയും ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പൊസിഷൻ വരുന്ന ബെൻസീൻ വിത്ത് പൊസിഷൻ വരുന്ന എല്ലാം ചെയ്യാൻ പറ്റും. ഈ കാറ്റഗറിയിൽ വരുന്നതല്ല, എന്നാലും ഇടയ്ക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നതുകൊണ്ട് അങ്ങ് ചെയ്തേക്കാന്ന് കരുതി. എന്തായിരിക്കും അപ്പോ? ബെൻസീൻ ടു, ഞാനിത് മായ്ക്കുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഈ മിഡിൽ എഴുതുന്നത്. 4-ബ്രോമോ ഇത് എഴുതിയല്ലേ നിങ്ങൾ എല്ലാവരും? ഓക്കെ, അപ്പൊ കുറച്ചൊക്കെ മായ്ച്ചു കളയാം. അപ്പോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ബെൻസീൻ വരക്കുക, 4-ബ്രോമോ നൈട്രോബെൻസീൻ അല്ലെ? ഓക്കെ, അപ്പോ ഇവിടെ NO2 തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല. ഈ NO2 ഇവിടെയും ഈ BR ഇപ്പുറത്തും അങ്ങനെ വന്നാലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ? ഇതിന്റെ പൊസിഷൻ ആദ്യം ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6 ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇത് 1 ആണെങ്കിൽ ഇത് 4 ഉണ്ടോ? ഓക്കെ, ഇത് 4-ബ്രോമോ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് കൗണ്ട് ചെയ്തു, അപ്പൊ ഇത് 4 ആയി അല്ലെ? ഓക്കെ, അങ്ങനെയാണ് വന്നേക്കുന്നത്. 4-ബ്രോമോ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ എന്താ? പാരാ പൊസിഷൻ ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം നൈട്രേഷൻ ചെയ്യണോ ബ്രോമിനേഷൻ ചെയ്യണോ? അപ്പൊ ആദ്യം പാരയാണെങ്കിൽ പാര ഫസ്റ്റ് ചെയ്യണം. മെറ്റയാണെങ്കിൽ എന്ത് വരും? മെറ്റ. ഇനി ഓർത്തോ പാര ആ പൊസിഷനിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ അല്ലേ? ഡൗട്ട് ഉണ്ട് അല്ലെ? ഇവിടെ ഓർത്തോ ഇത് കണ്ടോ? എന്തോ? ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഒരു കോമ്പൗണ്ട് ആണ്. ഈ കോമ്പൗണ്ട് ഇവിടെ ഒരാൾ വന്നു എന്ന് കരുതാം. എന്തെങ്കിലും OH, BR, ഇവിടെ NO2 വന്നു എന്ന് കരുതാം. ഈ NO2ന്റെ ഈ പൊസിഷനെ വിളിക്കുന്നത് ഓർത്തോ. ഓപ്പോസിറ്റ് പൊസിഷനാ പാര. തന്റെ അടുത്ത പൊസിഷൻ ഇല്ലേ, അതെന്തായിരിക്കും? ഓർത്തോ. ഓപ്പോസിറ്റ് എന്തായിരിക്കും? പാര. അതാണ് ആദ്യം ഓർത്തോ. ഇൻ ബിറ്റ്വീൻ പൊസിഷൻ എന്തായിരിക്കും? മെറ്റ. ഇതാണ് ആദ്യം പഠിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആര് വേണമെങ്കിലും വരാം. ദേ ഇവിടെയാണ് ഈ NO2 ഇരിക്കുന്നത്. ഇതിന്റെ ഓർത്തോ പൊസിഷൻ ഏതായിരിക്കും? ഇത് രണ്ടും അങ്ങനെയല്ല. അടുത്ത പൊസിഷൻ അടുത്ത് എടോ തന്റെ അടുത്ത ചെയർ എന്ന് പറഞ്ഞ ഏതായിരിക്കും? അല്ലാതെ അവിടുത്തെ ചെയറാണോ? അതുപോലെ ഈ NO2 ഉണ്ടോ? NO2ന്റെ പൊസിഷൻ ടച്ച് ചെയ്ത് കണ്ടോ? ഇതാണ് NO2ന്റെ. ഇതിന്റെ തൊട്ടടുത്തെന്ന് പറഞ്ഞ ഈ രണ്ടെണ്ണം അല്ലേ? കണ്ടോ? അങ്ങനെ. അപ്പൊ ഏതൊക്കെ വരും? അത് തന്നെ. ഇവിടെയും ഓർത്ത് വരും, ഇവിടെ ഓർത്ത് വരും. ഓപ്പോസിറ്റ് ഏതാ ഒന്ന് പറഞ്ഞേ? ഓപ്പോസിറ്റ് ഏതാ? ഇത് തന്നെ. ഇത് പാര. കണ്ടോ? ഇപ്പൊ കിട്ടിയില്ലേ? അതുകൊണ്ട് അങ്ങനെയൊക്കെ ചോദിച്ചേ. ഇത് മെറ്റ. കണ്ടോ? ക്ലിക്കായില്ലേ? മെറ്റ ഇൻ ബിറ്റ്വീൻ. ഇത് രണ്ടും അല്ലാത്തത്. ഓപ്പോസിറ്റും വന്നു, ഇത് രണ്ടും വന്നു. ബാക്കിയുള്ളതെല്ലാം എന്തായിരിക്കും? മെറ്റ. കേട്ടോ? അപ്പൊ അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. കട്ടായി പോയി.
ഇനി ഇതിന്റെ ആൻസറിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം ബി ആർ വെനം അല്ലെ. ബി ആർ ബെൻസീനിലേക്ക് വരാനായിട്ട് എന്താ കൊടുക്കണ്ടേ? Br2 and anhydrous AlBr3 or എന്തായിരിക്കും? CS2 കാർബൺ സൾഫൈഡ് കുഴപ്പമില്ല, അത് മൈൽഡ് ലൂയിസ് ആസിഡ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് Fe and dark ഉപയോഗിക്കും കേട്ടോ. ഓക്കെ, Fe and dark. ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ, എഴുതണോട്ടോ എല്ലാവരും. ഇത് ബെൻസീൻ, അതിലേക്ക് Br2 and FeBr3 or AlBr3 or Fe and dark. Br2 ഇടണം. ഇതിന് പകരം ഇതിൽ ഏതെങ്കിലും നിങ്ങൾ പഠിച്ചേക്കുന്ന ഏതെങ്കിലും ഇതിലുണ്ടെങ്കിൽ അത് എഴുതിയാൽ മതി, എല്ലാവരും കൂടി എഴുതണമെന്നില്ല, അത് തന്നെ ഉറപ്പിച്ച് പഠിക്കുക കേട്ടോ. ഓക്കെ, ഇതെന്താ ഇവരെ വിളിക്കുന്നത്? ലൂയിസ് ആസിഡ്. CS2 ജനറലി ഉപയോഗിക്കണ്ട, കാരണം എന്ന് പറഞ്ഞാൽ CS2 നമ്മൾ എടുത്തു പറയുന്നത് ഫിനോളിന്റെ ഇതിലേക്ക് വരുന്ന സമയത്ത് മൈൽഡ് ആണ് ആക്ച്വലി കേട്ടോ. ഓക്കെ, അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും യൂസ് ചെയ്യാൻ നോക്കുക. ദെൻ ഇവിടെ എന്ത് വരും? Br വരും. ഇനി ഈ Br ഓർത്തോപാര ഡയറക്റ്റീവ് ആണ്, അപ്പൊ അതുകൊണ്ട് കോൺസെൻട്രേറ്റഡ് H2SO4 ആൻഡ് കോൺസെൻട്രേറ്റഡ് HNO3 ഇതിടുമ്പോ ഓർത്തോയും കിട്ടും പാരയും കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോഴാണ് ഇതിന്റെ ആൻസർ ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോ ഇത് പൊസിഷൻ എന്താണ് ആക്ച്വലി അല്ലെ, 11th പഠിക്കുന്നതാണ് ആക്ച്വലി. ഇതിനെ ഇങ്ങനെയുള്ള റിയാക്ഷൻ വിളിക്കുന്ന പേരെന്താ? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ കേട്ടോ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, എന്തുകൊണ്ടാണ് ഓർത്തോ പാരാ ഡയറക്റ്റീവ് ആയത്? റെസൊണൻസ് എന്തായിരിക്കും? എന്ത് റെസൊണൻസ് അല്ലെങ്കിൽ എങ്ങനെയാണ്? ഇലക്ട്രോൺ ഡെൻസിറ്റി ഹയർ ഇൻ ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ ഡ്യൂ ടു എന്ത് റെസൊണൻസ് ആണെന്ന് പറ? പ്ലസ് ആർ റെസൊണൻസ് കേട്ടോ. ഓക്കെ, പ്ലസ് ആർ വന്ന ഓർത്തോ പാര, മൈനസ് ആർ വന്ന മെറ്റ കേട്ടോ. ഓക്കെ, അതാണ് ഓർത്ത് വെക്കേണ്ടത്, റെസൊണൻസ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ethanol to propanitrile. എത്തനോളിനെ മാറ്റി നിങ്ങൾ ക്ലോറോ ഇതേൻ ആക്കണം ആദ്യം. ക്ലോറോ ഇതേൻ ആക്കാനായിട്ട് എന്തായിരിക്കും? എത്തനോളിന ഓയിച്ച് പോയിട്ട് സീൽ വരാനായിട്ട് എന്തായിരിക്കും? SOCl2 കേട്ടോ. അപ്പോ CH3CH2 എത്തനോൾ എന്ന് പറയുമ്പോ CH3CH2OH കേട്ടോ, അത് ഫിനോൾ ആണ് കേട്ടോ. എത്തനോൾ CH3CH2OH. അതില് OH പോയിട്ട് സീൽ വരണം. നോക്കിയ മോനെ, OH പോയിട്ട് SOCl2 കണ്ടോ. ഓക്കെ, SOCl2 കണ്ടോ, OH പോയിട്ട് സീൽ വരണം അല്ലെ. ഓക്കെ, അപ്പൊ എന്ത് വരും? CH3CH2Cl. Cl പോയിട്ട് CN വരാനായിട്ട് എന്താ ചെയ്യണ്ടേ? KCN കേട്ടോ. അപ്പൊ ഗീവ്സിന് മുകളിൽ KCN CH3CH2Cn. ഓക്കെ ആണോ? ഇപ്പൊ എത്ര ക്വസ്റ്റ്യനായി? കറക്റ്റ് നമ്പർ പറയാം, എന്നിട്ട് അവിടുന്ന് എത്രയായിരിക്കും? 9. ഇനി ക്വസ്റ്റ്യൻ എഴുതി പോവാണ്. ഈ ടൈപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. നമുക്ക് പരമാവധി ക്വസ്റ്റ്യൻ തരാം കേട്ടോ. ഓക്കെ, ഗ്യാപ്പ് ഇട്ട് പോകണം കേട്ടോ. ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് പോകണം, ചെയ്യാനായിട്ടുള്ള സ്പേസ് ഇട്ട് പോകണം. ചെറിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അപ്പൊ അതുകൊണ്ട് എളുപ്പമാണ്. ഇതിൽ നോക്കി നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന എളുപ്പമായിട്ടുള്ളത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലോറോമീഥെയിൻ convert to ethanol. എന്ത് ചെയ്യണം? ക്ലോറോമീഥേൻ ആദ്യം റൂട്ട്സ് ചെയ്യണം. ക്ലോറോമീഥേൻ ആണ് ഞാൻ പറഞ്ഞത്. റൂട്ട്സ് ചെയ്യണമെങ്കിൽ എന്താ? Na ഡ്രൈ ചെയ്ത്, അപ്പൊ എന്ത് വരും? ഈഥേൻ ആകും. ഈഥേനിലേക്ക് Cl2 and UV ലൈറ്റ് കൊടുത്താൽ എന്ത് വരും? ക്ലോറോ ഈഥേൻ ആകും. ക്ലോറോ ഈഥേൻ ആയി കഴിഞ്ഞാൽ Cl മാറി അവിടെ എന്താക്കാം? നമുക്ക് OH ഇടാനായിട്ട് എന്ത് ചെയ്യണം? Cl പോയിട്ട് OH വരാൻ അക്വസ് KOH. ആ ടൈപ്പുകൾ ഭയങ്കരമായിട്ട് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ethanol convert to ethanol convert to ethanol. ethanol convert to ethanol. എത്ര സ്റ്റെപ്പ് ഉണ്ട്? ഒരു സ്റ്റെപ്പ് ഉള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ ചോദിക്കും, ഇനി ഒരു സ്റ്റെപ്പിന്റെ കാര്യം ബോർഡ് എക്സാമിന് ചോദിച്ചാൽ ഇത് ശരിയല്ല, ഞാൻ 5-6 സ്റ്റെപ്പ് എഴുതും, അങ്ങനെയൊന്നും കാണിക്കരുത്. അങ്ങനത്തെ ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് കേട്ടോ. ഓക്കെ, ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന കണ്ടമാനം കൺവേർഷൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യമേ പറയാം, എളുപ്പമുള്ളത് ചോദിച്ചിട്ട് നിങ്ങൾ കോംപ്ലക്സിറ്റി ആക്കരുത്. ഇത്ര എളുപ്പമുള്ളതൊക്കെ ബോർഡിന് ചോദിക്കൂ, അങ്ങനെയൊന്നും വിചാരിച്ചു കളയരുത്. അതുകൊണ്ട് അത് വരും. അപ്പൊ അതുകൊണ്ട് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാ. എത്തനോൾ കൺവേർട്ട് ടു എത്തനാൽ. അടുത്ത ഗ്യാപ്പ് ഇട്ട് പോകണം കേട്ടോ. നെക്സ്റ്റ് propanone convert to propan 1-ol. propan 1-ol. രണ്ട് രീതിയിലാക്കാം. ഇതാണ് പ്രൊപ്പനോൺ അല്ലെ. പ്രൊപ്പനോണിന് നിങ്ങൾക്ക് സിങ്കമാൽഗം ചെയ്ത പ്രൊപ്പൈൻ ആക്കാം. ഇതും ഇതും ഒരേ കാറ്റഗറിയാണ്. ഇത് Cl2 കൊടുത്തു കഴിഞ്ഞാൽ ഇത് വരുന്നു ഇവിടെ വരെ. കണ്ടോ? ഓക്കെ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, പ്രൊപ്പനോണിന് ഇത് കണ്ടോ, സിങ്കമാൽഗം കൊടുത്താൽ എന്ത് കിട്ടും? പ്രൊപ്പൈൻ. പ്രൊപ്പൈൻ ആയി കഴിഞ്ഞാൽ പിന്നെന്താ കൊടുത്താൽ Cl2 ആൻഡ് യൂബിലൈറ്റ് കിട്ടും കേട്ടോ. ഓക്കെ, ഒന്ന് ഓർത്തു വെക്കുക, ഒരേ കാറ്റഗറി ആണ് എന്ന് ഓർത്തു വെക്കുക. അടുത്തത് നെക്സ്റ്റ് ethanol convert to butane. ethanol convert to butane. ക്ലോറോ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ എത്രയാ? അടുത്ത 14. Chloropropane convert to propan 2-ol. Chloropropane convert to propan 2-ol. The next question. Propanol convert to propene. Propanol convert to propene. Next question. Chloroethane convert to butanol. Chloroethane convert to butanol. The next question, toluene convert to 1-chloro 1-phenyl methane or benzyl chloride. ഐയുപാക് നെയിം ആണ് പറഞ്ഞത് കേട്ടോ മറ്റേത്. ഓർ അതിന്റെ കോമൺ നെയിം എന്താ? ബെൻസൈൽ ക്ലോറൈഡ്. നേരത്തെ ചെയ്താണ് ടോളുവിൻ ടു ബെൻസൈൽ ആൽക്കഹോൾ ഇല്ല, അതിന്റെ പകുതി എത്തിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോ ആ റിയാക്ഷൻ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് അവിടെ വന്നേക്കുന്നത്. എത്രയായി? ക്വസ്റ്റ്യൻ നമ്പർ 17. The next, propan 2-ol convert to chloropropane. 18 ആയി.
ഇനി ഒരു കാര്യം കൂടി ചോദിച്ചു നോക്കട്ടെ, OH മാറ്റി COH ആക്കാൻ എന്ത് ചെയ്യണം? അടുത്തൊരു ലെവലും കൂടി 2 ക്വസ്റ്റ്യൻ തന്നേക്കാല്ലാന്ന് കരുതി. OH മാറ്റിയിട്ട് COH ആക്കാൻ എന്ത് ചെയ്യണം? സ്ട്രോങ് ഓക്സിഡേഷൻ. അപ്പൊ എവിടെയൊക്കെ OH വരുന്നോ അവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? COH വരും. അപ്പൊ ഇവിടെ എവിടെയൊക്കെ എൻഡിൽ OH വരുന്നത് ഏത് കണ്ടോ? എൻഡിൽ OH, ഇതിനെ നിങ്ങൾക്ക് COH ആക്കാനായിട്ട് അവിടെ എന്ത് കൊടുത്താൽ മതി? K2Cr2O7. അപ്പോ പ്രൊപ്പനോൾ ടു പ്രൊപ്പനോയിക് ആസിഡ്, പ്രൊപ്പനോൾ ടു പ്രൊപ്പനോയിക് ആസിഡ് എന്ത് ചെയ്താൽ മതി? K2Cr2O7. ഓർ എന്തായിരുന്നു? ആൽക്ലൈൻ KMnO4. ഓർ എന്താണ്? ജോൺസ് റിയേജന്റ്. ജോൺസ് റിയേജന്റ് ആരാ? CrO3 ആൻഡ് H2SO4 അല്ലെ? അവിടെ പറഞ്ഞു അല്ലെ? CrO3 ആൻഡ് H2SO4. ഓക്കെ, അപ്പോ ഇത്രയാണ് ജോൺസ് റിയേജന്റ് വരുന്നത്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇത് എവിടെ വന്നേക്കുന്നത്? പ്രിപ്പറേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ്. അതിൽ ഫസ്റ്റ്. സെക്കൻഡ് എവിടെ കിടക്കുന്നത്? ആൽക്കഹോളിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി. ആൽക്കഹോളിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി 2 ചാപ്റ്ററിലും ഇത് കിടപ്പുണ്ട് കേട്ടോ. അപ്പോ ഇവിടുന്ന് ഇത് തുടക്കമാണ്, ഇതെല്ലാം ഓരോ എൻഡിങ് ആണ്. ഇവിടുന്ന് നിങ്ങൾക്ക് ഇങ്ങനെ പല സ്ഥലത്തോട്ട് പോകാൻ പറ്റും. പക്ഷെ ഇത് ക്ലിയർ ആവാതെ അതിലേക്ക് പോകരുത്. ഈ ഒരു ഏരിയ നല്ലോണം സ്ട്രോങ് ആക്കി ഓടിച്ച് വണ്ടി ഓടിച്ച് എന്താവും? എല്ലാ റൂട്ടും കിട്ടണം. അങ്ങനെ റൂട്ട് കിട്ടി കഴിയുമ്പോ പിന്നെ എന്ത് ചെയ്യും? ഇവിടുന്ന് നമുക്ക് അടുത്ത റൂട്ടിലേക്ക് പതുക്കന് മൂവ്മെന്റ് തുടങ്ങും. അതിന്റെ 2 തന്നേക്കാം അല്ലെ? അപ്പോ ഒന്ന് എഴുതി വെച്ചോ. ക്ലോറോ propane convert to propanoic acid. Chloro propane convert to propanoic acid. Chloro propane convert to propanoic acid. Then carboxylic acid strong reduction ചെയ്താൽ എന്ത് കിട്ടും? കാർബോക്സിലിക് ആസിഡിന് സ്ട്രോങ് റിഡക്ഷൻ ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ് വെച്ച് ചെയ്തു കഴിഞ്ഞാൽ ആൽക്കഹോൾ. എവിടെയാണ് അത് പഠിച്ചത്? പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോളിന്റെ സെക്കൻഡ് ഹെഡിങ് ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട്. ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട് നമ്മൾ അവിടെ പഠിക്കുന്നതാണ് കീറ്റോൺ അല്ലെ? കീറ്റോണിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും അല്ലെ? റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. കാർബോക്സിലിക് ആസിഡിനെ റിഡക്ഷൻ ചെയ്ത പ്രൈമറി ആൽക്കഹോൾ. അപ്പൊ എവിടെ കാർബോക്സിലിക് ആസിഡ് വന്നാലും അതിനെ തിരിച്ച് റിഡക്ഷൻ ചെയ്താൽ എന്ത് കിട്ടും? ആൽക്കഹോൾ. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ നേരെ തിരിച്ചെഴുതിയേ. പ്രൊപ്പനോയിക് ആസിഡ് കൺവേർട്ട് ടു എന്താ എഴുതിയത്? പ്രൊപ്പനോയിക് ആസിഡ് കൺവേർട്ട് ടു ക്ലോറോ പ്രൊപ്പൈൻ. പ്രൊപ്പനോയിക് ആസിഡ് കൺവേർട്ട് ടു ക്ലോറോ പ്രൊപ്പൈൻ. പ്രൊപ്പനോയിക് ആസിഡ് കൺവേർട്ട് ടു ക്ലോറോ പ്രൊപ്പൈൻ. ഇപ്പൊ എത്രയായി? 20 ആയി അല്ലെ? ഓക്കെ, ഹോംവർക്ക് പക്ഷെ കുറച്ചല്ലേ വന്നുള്ളൂ. ഓക്കെ, ഇനി വേണമെന്നാ? ഓക്കെ, ഉണ്ടോ? ഇയാള് പറഞ്ഞു 2 ക്വസ്റ്റ്യൻ എടുത്താൽ കേട്ടോ. ഓക്കെ, അടുത്ത് 22 നിർത്താം അല്ലെ? 20 എന്ന് പറയുമ്പോൾ ഒരു റൗണ്ട് നമ്പർ ആയിപ്പോ. ഓക്കെ, 22 ഒരു രസമല്ലേ അല്ലെ? അല്ലെ 22 അല്ലെ? അപ്പൊ അടുത്ത് എഴുതി വെച്ചു. ഈഥീൻ convert to ethanol. Ethane convert to ethanol. Then നേരെ തിരിച്ച് ethanol convert to ethane. ethanol convert to ethane എത്ര സ്റ്റെപ്പ് ആയിരിക്കും? ഒരു സ്റ്റെപ്പ്. കണ്ടോ? അങ്ങനെ കിട്ടണം, പെട്ടെന്ന് കിട്ടണം. എനിക്കതാ വേണ്ടത്. നിങ്ങള് അതും ഇങ്ങനെ ആലോചിച്ച് അങ്ങനെയല്ല, ഭയങ്കര ഫാസ്റ്റ് ആയിട്ടും ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ടും കിട്ടണം. ബ്രെയിൻ ഇങ്ങനെ ആലോചിച്ച് അങ്ങനെ ആവരുത്, വളരെ നാച്ചുറൽ ആയിട്ട് നമ്മൾ നോക്കണം കേട്ടോ. ഓക്കെ, ഇന്ന് ഇത്രയും വരെ ഇങ്ങനെ നിൽക്കട്ടെ കേട്ടോ. ഓക്കെ, ഇന്ന് സ്റ്റഡി സെക്ഷൻ പറഞ്ഞേക്കുന്ന ആൾക്കാരൊക്കെയാ? 1 2 3 4 കേട്ടോ. നിങ്ങൾ 4 പേര് തന്നെ പറഞ്ഞു കേൾപ്പിക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെ എടുത്ത് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. 1 മിനിറ്റ്. അത് മാത്രമല്ല ന്യൂമറിക്കൽസ് ഇയാള് അത് മാത്രം പറഞ്ഞാൽ മതി. പേര് കറക്റ്റ് ഓർഡറിൽ പഠിക്കണം. എഴുതിയിട്ടുള്ളതില്ലേ? കേട്ടോ. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, ബാക്കി ആൾക്കാര് ഇതിന്റെ പാട്ടാണ് എന്ന് ഞാൻ കരുതിയേക്കാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് എത്തും. എല്ലാവരും ഈ ഓർഡറിൽ തന്നെ പോകണം കേട്ടോ. ഓക്കെ, മിനിമം എന്തൊക്കെയാ പഠിച്ച് തീർത്തിരിക്കണം. ഇപ്പോ നെയിം റിയാക്ഷൻസ് കിട്ടണം. പിന്നെ എന്തൊക്കെയാ? മെക്കാനിസം, ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ്, ഇപ്പൊ എന്താ? കൺവേർഷൻ ചാർട്ട്. ഇത് ഇങ്ങനെ മാല പോലെയാണ് കേട്ടോ.
നിങ്ങൾ സ്കൂളിൽ ബാക്കി എല്ലാ ചാപ്റ്ററും പഠിക്കണമെന്ന് എനിക്ക് അറിയാം. അതിനോടൊപ്പം ഇത് കറക്റ്റ് ഓർഡറിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, മൈൻഡ് അപ്പ്.